നമസ്കാരം. വിവാഹ ചടങ്ങ് തൊട്ട് പ്രവർത്തക സംഗമം വരെ നരേന്ദ്രമോദിയുടെ കേരളത്തിലെ രണ്ടാം ദിനവും തിരക്ക് പിടിച്ചതായിരുന്നു. ഷിപ്പ്യാർഡിൽ 4000 കോടിയുടെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേരളത്തെ വികസന രംഗത്ത് നിന്ന് മാറ്റി നിർത്തിയിട്ടില്ലെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. കേരളം രാജ്യത്തിന്റെ വികസനത്തിന് നൽകുന്ന സംഭാവനകളെ മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിലെ സന്ദർശനം വഴി അയോധ്യ ക്ഷേത്ര വികാരം കേരളത്തിലും ഉണർത്താനുള്ള ശ്രമത്തിലാണ് BJP. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. ചലനമുണ്ടാക്കുമോ മോദി? വികസനമോ ക്ഷേത്രമോ വിഷയം? കേന്ദ്രവിരുദ്ധ സമരത്തിന് UDF ഉണ്ടോ? പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ചർച്ചയിൽ എന്നോടൊപ്പം ശ്രീ M പ്രകാശൻ മാസ്റ്റർ CPM, ശ്രീ പഴകുളം മധു കോൺഗ്രസ്, ശ്രീ ശങ്കുട്ടി ദാസ് BJP എന്നിവർ. ചെറിയ ഒരു ഇടവേള, അതിനുശേഷം ചർച്ച. ചർച്ചയിലേക്ക് ആദ്യം ശ്രീ M പ്രകാശൻ മാസ്റ്റർ. മോദി ഇന്നലെ കൊച്ചിയിൽ റോഡ് ഷോ നടത്തുന്നു, ഇന്ന് ഗുരുവായൂരിൽ പോയി കല്യാണം കൂടുന്നു, തൃപ്രയാറിൽ ശ്രീരാമക്ഷേത്രത്തിൽ 1 മണിക്കൂറോളം സമയം ചെലവഴിക്കുന്നു, ഷിപ്പ്യാർഡിൽ പോയി പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്നു, BJP പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നു. 2 ദിവസമായിട്ട് ഇവിടെ ഏതാണ്ട് മുഴുവൻ സമയവും നരേന്ദ്രമോദിയാണ്. മറ്റ് പല സംസ്ഥാനങ്ങളിൽ ഉള്ളതുപോലെ ഒരു ഓളം കേരളത്തിലും ഉണ്ടാക്കുമോ നരേന്ദ്രമോദി? നരേന്ദ്രമോദി കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയം വർഗീയ രാഷ്ട്രീയമാണ്. അതിന് കാര്യമായി യാതൊരു വേരോട്ടവുമില്ലാത്ത സംസ്ഥാനമാണ് ഇടതുപക്ഷ മനസ്സിന് നല്ലതുപോലെ മുൻതൂക്കമുള്ള കേരളം. അതുകൊണ്ട് തന്നെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും സംഘപരിവാര ശക്തികളും നടത്തുന്ന ഈ വർഗീയ കേന്ദ്രീകൃതമായ രാഷ്ട്രീയത്തിന് കേരളത്തിൽ ഏതെങ്കിലും നിലക്ക് വേരോട്ടമുണ്ടാക്കാൻ കഴിയില്ല. ഇപ്പം നേരത്തെ തെരഞ്ഞെടുപ്പിൽ 15% ജനങ്ങളുടെ പിന്തുണ നേടിയ പാർട്ടിയായിരുന്നു BJP. എന്തുകൊണ്ടാണ് അവരുടെ പിന്തുണ 12% കുറഞ്ഞു പോയത് എന്നുള്ളത് അവർ പരിശോധിക്കേണ്ടതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവും, കേരളത്തിൽ ഒരു MLA BJPക്കുണ്ട്. എന്നാൽ അവർ പറഞ്ഞത്, സുരേന്ദ്രൻ അടക്കമുള്ള ആൾക്ക് പറഞ്ഞത്, വേണമെങ്കിൽ അന്നത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അവതരിച്ച ആളും അദ്ദേഹം സ്വന്തമായിട്ട് ഓഫീസ് തുറക്കാൻ വേണ്ടി ശ്രമിച്ച കാര്യവും, വേണമെങ്കിൽ ഞങ്ങൾ ഭരിക്കും എന്നുള്ള BJP നേതാക്കന്മാരുടെ പ്രഖ്യാപനവും, 30 MLA വരെ ലഭിക്കും എന്നെല്ലാമുള്ള BJPയുടെ വീൺവാക്കുകളുമെല്ലാം കേട്ടവരല്ലേ നമ്മളെല്ലാം. അപ്പം അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഒരു ഗൗരവമായ ചലനം സാധാരണഗതിയിൽ തന്നെ അവർക്കുണ്ടാക്കാനാവില്ല. എന്നാൽ അതിനേക്കാൾ ഏറെ പ്രാധാന്യമുള്ള വിഷയമുണ്ട്. ഇന്ത്യ രാജ്യത്ത് കേന്ദ്ര ഗവൺമെൻറ് ശത്രുക്കളായി കാണുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം എന്നുള്ളത് സുവിദിതമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കേരളത്തോട് ശത്രുതാപരമായിട്ടുള്ള അവഗണന കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്നു, കേരളത്തിന് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു, കേരളത്തിന് വികസന പദ്ധതികളെ തുരങ്കം വെക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് എങ്ങനെയാണ് നരേന്ദ്രമോദി ഗവൺമെന്റിന് BJP പിന്തുണക്കാൻ വേണ്ടി കഴിയുക? അതുകൊണ്ട് നരേന്ദ്രമോദിയുടെ സന്ദർശനമോ അതുപോലെ BJP നേതാക്കന്മാരുടെ മറ്റ് പരിശ്രമങ്ങളോ കേരള രാഷ്ട്രീയത്തിൽ മൗലികമായ എന്തെങ്കിലും ചലനം ഉണ്ടാക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർക്ക് ആർക്കും തന്നെ പറയാൻ വേണ്ടി കഴിയില്ല. ശ്രീ ശങ്കുട്ടി ദാസ്, കേരളത്തിന്റെ അടിസ്ഥാന രാഷ്ട്രീയ സ്വഭാവത്തിലൊരു ടെക്ടോണിക് ഷിഫ്റ്റ് ഉണ്ടാവണമെങ്കിൽ അതിന് എന്തെങ്കിലുമൊക്കെ ഇവിടെ നടക്കണം. നോക്കൂ, ഇപ്പോൾ അല്ല നരേന്ദ്രമോദിയുടെ പോപ്പുലാരിറ്റി അതിൻ്റെ പീക്കിലെത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷമായി അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. പല ഘട്ടങ്ങളിൽ പല സംസ്ഥാനങ്ങളിൽ മോഡിയുടെ പോപ്പുലാരിറ്റി BJPക്ക് വോട്ടുകൾ നൽകിയിട്ടുണ്ട്. പക്ഷേ നരേന്ദ്രമോദി കഴിഞ്ഞ 10 വർഷമായി പല തവണയായി കേരളത്തിൽ വരുന്നു. ആ ഇമ്പാക്റ്റ് കേരളത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല BJPയുടെ വോട്ട് ഷെയർ കുറഞ്ഞു വരികയാണ്. ഇവിടെ ശ്രീ M പ്രകാശൻ മാസ്റ്റർ സൂചിപ്പിച്ചതുപോലെ 2016 2019 വോട്ട് വിഹിതം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല 12.57 BJPയുടെ വോട്ട് വിഹിതം കുറഞ്ഞു. LDFനും UDFനും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2016 അപേക്ഷിച്ച് വോട്ട് കൂടിയപ്പോൾ വോട്ട് കുറഞ്ഞത് BJPക്ക് മാത്രമാണ്. അപ്പോൾ BJPയുടെ വോട്ട് കുറഞ്ഞു വരികയാണ്. അതിനുശേഷം നടന്ന 2 ഉപതെരഞ്ഞെടുപ്പിലും വീണ്ടും കുറയുന്ന സെനാരിയോ നമ്മൾ കണ്ടു. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് BJPയുടെ ഒരു രാഷ്ട്രീയ പ്രസക്തി അല്ലെങ്കിൽ BJPയുടെ ഒരു രാഷ്ട്രീയ അടിത്തറ ഇത്രയേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ മോഡി ഇനിയിപ്പോൾ 1 തവണയോ 2 തവണയോ അല്ല എല്ലാ ദിവസവും ഇവിടെ ഉണ്ടായിട്ട് എന്താണ് കാര്യം? പ്രകാശൻ മാസ്റ്റർ പറഞ്ഞതും അങ്ങ് എടുത്തു കാണിച്ചതുമായിട്ടുള്ള ആ കണക്ക് യഥാർത്ഥത്തിൽ ശരിയല്ല. കഴിഞ്ഞ തവണ BJPക്ക് 2019 അപേക്ഷിച്ച് 2021 വോട്ട് കുറയാനുള്ള കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 2 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഗുരുവായൂർ മണ്ഡലത്തിലാവട്ടെ കണ്ണൂർ മണ്ഡലത്തിലാവട്ടെ BJPയുടെ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികകൾ അധികം വോട്ട് കുറഞ്ഞു. ഞാൻ വേണമെങ്കിൽ ശരിക്കുള്ള കണക്കെടുക്കാം. 2 മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ അത്രയും വോട്ട് കുറയോ?
സാധാരണഗതിയിൽ ബി ജെ പിക്ക് 15,000-10,000 വോട്ട് കിട്ടേണ്ട 2 മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥികളെ ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെ കഴിഞ്ഞ തവണ മുന്നണി സമവാക്യത്തിൻ്റെ ഭാഗമായി പല മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് സഖ്യകക്ഷികളാണ് മത്സരിച്ചത്. മുന്നേ സഖ്യകക്ഷികളുമായിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന രീതി ബി ജെ പിക്ക് ഉണ്ടായിരുന്നില്ല. മുന്നണി സംവിധാനത്തിൽ സഖ്യകക്ഷികൾ മത്സരിച്ചിട്ടുള്ള മണ്ഡലങ്ങളിൽ സാധാരണ ഗ്യാദർ ചെയ്യാൻ കഴിയുന്ന അത്രയും വോട്ടുകൾ ബി ജെ പിക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. എന്നാൽ 2019 ഒരു ബേസ് വോട്ടായിട്ട് നമ്മൾ കണക്കാക്കുമ്പോൾ അതുവരെയുള്ള കേരളത്തിലെ ബി ജെ പിയുടെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ വോട്ട് വിഹിതം വന്നിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പായിരുന്നു അത്. 15.76% വോട്ടായിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. ആ ഒരു ഫാക്ടർ ഇപ്പോഴും ഇന്ത്യയിൽ വളരെ പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും അവസാനം വന്നിട്ടുള്ള PwC സർവേ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നത്. PwC സർവേയിൽ പറയുന്നത് 86% ജനങ്ങളുടെ പിന്തുണയോടുകൂടി രാജ്യത്തെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള നേതാവായിട്ട് നരേന്ദ്രമോദി തുടരുന്നു എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ ഗ്ലോബൽ അപ്രൂവൽ റേറ്റിംഗ്സ് നമ്മൾ കഴിഞ്ഞാൽ ലോക സാമ്പിൾ സർവേ എന്നുള്ളതിനേക്കാൾ ജനങ്ങൾ നേരിട്ട് വോട്ട് ചെയ്തിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ നമ്മുടെ മുമ്പിൽ ഉദാഹരണമായിട്ടുണ്ടല്ലോ. അതാണ് ഞാൻ സൂചിപ്പിച്ച 2021, 2022, 2023. 2022 തൃക്കാക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു, 2023 പുതുപ്പള്ളിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. അപ്പോൾ ഇവിടങ്ങളിലൊക്കെ ഒരു ഡിക്ലൈനിങ് ട്രെൻഡാണ് ബി ജെ പിയുടെ വോട്ട് വിഹിതം കാണിക്കുന്നത്. അപ്പോൾ അതൊരു മേജർ ആയിട്ടുള്ള ഇഷ്യൂ ആയി അവിടെ നിൽക്കേ എങ്ങനെയാണ് ബി ജെ പിക്ക് ഇവിടെ കേരളത്തിൽ ഒരു പ്രതീക്ഷ ഉണ്ടാക്കാൻ കഴിയുക എന്നുള്ളതാണ് എൻ്റെ മൗലികമായ പ്രശ്നം. അല്ല, ആ ചോദ്യം ശരിയല്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഉപതെരഞ്ഞെടുപ്പിലെ പ്രത്യേകമായിട്ടുള്ള സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു ട്രെൻഡിനെ വിലയിരുത്താൻ സാധിക്കില്ല. സെഫോളജിയിൽ നമ്മൾ മൈക്രോ ആയിട്ടല്ല, നമ്മൾ മാക്രോ ആയിട്ടാണ് ഈ ട്രെൻഡുകളെ വിലയിരുത്തേണ്ടത്. ഈ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതൊരു ഡയറക്റ്റ് ഫൈറ്റാണ്, 2 മുന്നണികൾ തമ്മിലുള്ള ഡയറക്റ്റ് ഫൈറ്റാണ്. അവിടെ ആ നിലയിലുള്ള പ്രാധാന്യം ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ ഡയറക്റ്റ് ഫൈറ്റ് നടക്കുന്ന സ്ഥലങ്ങളിൽ ഒരു തേർഡ് ആൾട്ടർനേറ്റീവിനെ ജനങ്ങൾ പരീക്ഷിക്കാറില്ല. ബൈ ഇലക്ഷൻസിൽ ഉണ്ടാവുന്ന ട്രെൻഡല്ല ജനറൽ ഇലക്ഷൻസിൽ ഉണ്ടാവാറുള്ളത്. നമുക്ക് നോക്കാം ഇത്തവണ 2024 പൊതു തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ബി ജെ പിയുടെ വോട്ട് വിഹിതം വർദ്ധിക്കുകയാണോ നിലനിൽക്കുകയാണോ ചെയ്യാന്നുള്ള കുറച്ച് കാലങ്ങൾക്കുള്ളിൽ നമുക്ക് കാണാവുന്ന കാര്യമാണല്ലോ. എന്തായാലും കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ളൊരു യൂഫോറിയ, അതായത് 2 ആഴ്ചയ്ക്കുള്ളിൽ പ്രധാനമന്ത്രിയെ അടുപ്പിച്ച് ഒരേ സ്ഥലം സന്ദർശിക്കുന്ന ഒരു അപൂർവത നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പി വളരെ പ്രധാനമായി കേരളത്തെ കണക്കാക്കുന്നു എന്നുള്ളതാണ്. ബി ജെ പിക്ക് ഇലക്ട്രൽ പ്രോസ്പെക്ട്സ് ഇല്ലെങ്കിൽ പോലും തെരഞ്ഞെടുപ്പുകളിൽ സീറ്റുകൾ വിജയിക്കാനോ MPമാരെയോ MLAമാരെയോ സൃഷ്ടിക്കാനോ സാധിച്ചിട്ടില്ലെങ്കിലും ബി ജെ പി വളരെ പ്രധാനമായിട്ടുള്ളൊരു പ്രദേശമായിട്ട് കേരളത്തെ കണക്കാക്കുന്നുണ്ട്. അതിൻ്റെ സംഘടനാ മെക്കാനിസം ആ രീതിയിൽ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നരേന്ദ്രമോദിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രീയ നിരീക്ഷണത്തിൽ പ്രധാനമായും ഞാൻ കണക്കാക്കുന്നത്. അതിൽ ആദ്യത്തേത് ഒരു സാമൂഹികമായിട്ടുള്ള സന്ദേശമാണ്. കേരളത്തെ വളരെ പ്രധാനമായിട്ടുള്ളൊരു മേഖലയായിട്ട് ബി ജെ പി കണക്കാക്കുന്നുണ്ട്, പ്രധാനമന്ത്രി കണക്കാക്കുന്നുണ്ടെന്നുള്ളതാണ്. 4,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ കൊണ്ടുവന്ന ആ മേക്കിംഗ് ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി മേക്ക് ഇൻ കേരള പദ്ധതി വരുന്നത് ഒരു ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റിൻ്റെ ഭൂപടത്തിൽ കേരളത്തെ പ്രധാനമായിട്ടുള്ളൊരു പ്രദേശമായിട്ട് അടയാളപ്പെടുത്തുന്നത് മാത്രമല്ല സാംസ്കാരികമായി പോലും, അതായത് അയോധ്യയിലെ രാമജന്മഭൂമിയിലെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി 11 ദിവസത്തെ വ്രതം അനുഷ്ഠിക്കുന്നു. 11 ദിവസം പ്രധാനപ്പെട്ട 11 രാമനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ സന്ദർശിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ആന്ധ്രാപ്രദേശിലെ ലെപ്പാക്ഷിയാണ് സന്ദർശിച്ചതെങ്കിൽ ജഡായുവിൻ്റെ മോക്ഷവുമായി ബന്ധപ്പെട്ട പ്രദേശമാണെങ്കിൽ ഇന്ന് അദ്ദേഹം തൃപ്രയാറാണ് വരുന്നത്. അതായത് കേരളത്തെ ഈ പറയുന്ന ഇന്ത്യയുടെ സാംസ്കാരിക ഭൂപടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി തന്നെ അദ്ദേഹം അടയാളപ്പെടുത്തുന്നുണ്ട്. കേരളത്തിന് ഭാരതവുമായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള ബന്ധത്തെ അടയാളപ്പെടുത്തുന്നു. 1. 2 അതിലെ രാഷ്ട്രീയ സന്ദേശമാണ്. അതായത് കഴിഞ്ഞ ജനുവരി 3-ാം തീയതി നടന്നിട്ടുള്ള പരിപാടിയിൽ നരേന്ദ്രമോദിയുടെ റോഡ് ഷോയിൽ സുരേഷ് ഗോപി പങ്കെടുക്കുമ്പോൾ അവിടെ ഒരു രാഷ്ട്രീയ പ്രഖ്യാപനമുണ്ട്. തൃശ്ശൂരിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഔദ്യോഗിക പ്രഖ്യാപനം ഇല്ലെങ്കിൽ പോലും ബി ജെ പി പ്രൊജക്റ്റ് ചെയ്യുന്നത് സുരേഷ് ഗോപിയാണെന്ന്. ഇന്ന് അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണത്തിൽ നരേന്ദ്രമോദി പങ്കെടുക്കുമ്പോൾ സുരേഷ് ഗോപി തനിക്ക് വ്യക്തിപരമായി തന്നെ വളരെ വേണ്ടപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് എന്നുള്ളൊരു സന്ദേശമുണ്ട്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ കേവലം ഒരു MP അല്ല ഉണ്ടാവുന്നത്, ഒരു പക്ഷേ കേന്ദ്ര മന്ത്രിസഭയിലെ വളരെ പ്രാധാന്യമുള്ളൊരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു കേന്ദ്രമന്ത്രി തന്നെയാണ് ഉണ്ടാവുക എന്ന് തൃശ്ശൂരിലെ ജനങ്ങൾക്ക് കിട്ടുന്നൊരു പൊളിറ്റിക്കൽ സന്ദേശമാണത്. കാരണം സുരേഷ് ഗോപിക്ക് കേന്ദ്ര നേതൃത്വവുമായി നരേന്ദ്രമോദിയായിട്ടുള്ള ബന്ധമാണ്. 3ാമത്തത് ബി ജെ പിയുടെ സംഘടനാപരമായിട്ടുള്ള സംവിധാനത്തിലുള്ള സന്ദേശമാണ്. നോക്കൂ, ഒരു പ്രധാനമന്ത്രി സംസ്ഥാനങ്ങളോട് അഭിസംബോധന ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒരു പക്ഷേ ജില്ലാ തലങ്ങളിലേക്ക് വരെ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ബൂത്ത് തലത്തിലേക്ക് ഒരു പ്രധാനമന്ത്രി ഇറങ്ങി വന്ന് ബൂത്തിലെ കാര്യകർത്താക്കളോട് സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇന്ന് പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തത് കേരളത്തിലെ 6500ഓളം ശക്തി കേന്ദ്ര ഇൻചാർജിമാരെയാണ്. ഈ ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് 3-4 ബൂത്തുകൾ ചേർന്നതാണ് ശക്തി കേന്ദ്ര. അങ്ങനെ 25,000
ബൂത്തുകളുള്ള കേരളത്തിൽ 6500 ശക്തി കേന്ദ്രങ്ങളാണ് BJPക്ക് ഉള്ളത്. അതായത് ഓരോ പഞ്ചായത്തിലെയും 5 or 6 കാര്യകർത്താക്കളെ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് അഭിസംബോധന ചെയ്യുകയാണ്. അവർക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ബൂത്ത് വിജയിപ്പിച്ച് കഴിഞ്ഞാൽ സംസ്ഥാനം മുഴുവൻ വിജയിക്കാൻ വേണ്ട കാര്യങ്ങൾ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. അപ്പോൾ ഒരേ സമയം ഓർഗനൈസേഷനിൽ അദ്ദേഹം ഇടപെടുന്നുണ്ട്, ആ സമയത്ത് തന്നെ സാമൂഹികമായിട്ടുള്ള സന്ദേശം കൊടുക്കുന്നുണ്ട്, വളരെ കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ മെസ്സേജും ഡെലിവർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനെയൊന്നും കാണാതെ കേവലം വർഗീയതയാണ് അങ്ങനെ ഒരു വർഗീയതയുടെ പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് നരേന്ദ്രമോദി കേരളത്തിൽ വരുന്നതെങ്കിൽ എന്തിനാണ് സംസ്ഥാനത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തെ സ്വീകരിക്കാനും യാത്ര അയക്കാനും വേണ്ടി പോയി നിന്നത്? എന്തിനാണെന്ന് മുഖ്യമന്ത്രി അദ്ദേഹത്തിന് നന്ദി പറഞ്ഞത്? കാരണം അദ്ദേഹം വന്നപ്പോൾ കേരളത്തിന് കിട്ടിയത് 4000 കോടി രൂപയുടെ പ്രോജക്റ്റ് വികസനം തുടങ്ങിയ വിഷയങ്ങളിലേക്ക് വരാം. രാഷ്ട്രീയം ഒരു റൗണ്ട് പൂർത്തീകരിച്ചതിന് ശേഷം ശ്രീ പഴകുളം മധു, ഇവിടെ ഇപ്പോൾ ശ്രീ ശങ്കുട്ടി ദാസ് ഉപയോഗിച്ച വാക്ക് യൂഫോറിയ എന്നാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ, അതിനു മുമ്പ് തൃശ്ശൂരിൽ ഒക്കെ കണ്ട ക്രൗഡിനെ അത്തരത്തിലൊരു യൂഫോറിക് ക്രൗഡായി താങ്കൾ കാണുന്നുണ്ടോ? നോക്കൂ, കഴിഞ്ഞ 15 ദിവസത്തിനിടയ്ക്ക് 3 തവണ അല്ലെങ്കിൽ 3 ദിവസം നരേന്ദ്രമോദി ഇവിടെ ഉണ്ട്. ആദ്യം ജനുവരി 3-ാം തീയതി തൃശ്ശൂരിൽ അദ്ദേഹം റോഡ് ഷോ നടത്തുന്നു, BJPയുടെ നാരീശക്തി പരിപാടിയിൽ പങ്കെടുക്കുന്നു. ഇന്നലെ കൊച്ചിയിൽ റോഡ് ഷോ നടത്തുന്നു. ഇന്ന് തൃശ്ശൂരിലെ വിവിധ ദേവാലയങ്ങൾ സന്ദർശിക്കുന്നു, തൃപ്രയാറിൽ പോകുന്നു, ഗുരുവായൂരിൽ പോകുന്നു. അതിനുശേഷം ഇവരുടെ ശക്തി കേന്ദ്ര പ്രമുഖന്മാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നു. ഷിപ്പ്യാർഡിലെ പരിപാടികൾ, വികസന പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നു. ഇങ്ങനെ 3 ദിവസം, കഴിഞ്ഞ 15 ദിവസം. ഇതിനർത്ഥം സവിശേഷമായി BJP കേരളത്തെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇലക്ടറലി ആണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ അതിനൊരു റിസൾട്ട് ഉണ്ടാവുക എന്നുള്ളത് അവർ സ്വാഭാവികമായും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമായിരിക്കും. അല്ല, അവരുടെ പ്രതീക്ഷയ്ക്കൊന്നും ആരും തടസ്സമല്ലല്ലോ. പ്രതീക്ഷിച്ചോട്ടെ, സ്വപ്നം കാണാൻ എല്ലാവർക്കും അവകാശമുണ്ട്. പ്രധാനമന്ത്രി ഇവിടെ വന്നത് ഇന്ത്യയുടെ സാംസ്കാരിക പ്രതലത്തിൽ കേരളത്തിനൊരു പ്രാധാന്യം ഉണ്ടെന്നാണ് BJPയുടെ ശങ്കുട്ടി ദാസ് ഇവിടെ പറഞ്ഞത്. അദ്ദേഹം ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു വയ്ക്കണം. BJPയുടെ ഒരു സ്ഥാനാർത്ഥി ജയിപ്പിക്കാനാണോ പ്രധാനമന്ത്രി ഇങ്ങനെ നിരന്തരമായി വരുന്നത്, അതോ ഈ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ ഇതായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിലെ എല്ലാ 11 രാമക്ഷേത്രങ്ങളിൽ പോകുന്നതിനാണോ, അതിൻ്റെ ഭാഗമായിട്ടാണോ വന്നത്? ഒരു വ്യക്തത ആദ്യം BJPക്ക് തന്നെ വേണം. അതെന്താ അവിടെ നിൽക്കട്ടെ. പ്രധാനമന്ത്രി ഇങ്ങനെ നിരന്തരമായി വന്നാൽ ചർച്ച ചെയ്യപ്പെടുക പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയമാണ്. പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയം എന്താണ്? അതാണ് വർഗീയ രാഷ്ട്രീയം. ഇപ്പോൾ സമീപകാലത്ത് ഇപ്പോൾ പ്രധാനമന്ത്രി കേരളത്തിൽ വരുമ്പോൾ കോൺഗ്രസിൻ്റെ മുൻ പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധി മണിപ്പൂരിലായിരുന്നു. അവിടെ എന്താണ്? മണിപ്പൂരിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ വംശഹത്യ നടന്ന ഒരു സംസ്ഥാനത്തിൽ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ക്രിസ്ത്യാനികൾ 250 പള്ളികൾ അഗ്നിക്കിരയാക്കി, കന്യാസ്ത്രീകളെ വേട്ടയാടി, പ്രീസ്റ്റുമാരെ വേട്ടയാടി, ഇന്ത്യയിൽ ആകമാനം നമ്മുടെ പാസ്റ്റേഴ്സിനെ വേട്ടയാടുന്നു. ആ സ്ഥലങ്ങളിലെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഈ കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ട് ഈ രാഹുൽ ഗാന്ധി നടത്തുന്ന ഒരു യാത്രയാണ്. ആ യാത്ര ഇദ്ദേഹം ഇവിടെ പറയുന്ന പോലെ ഇന്ത്യയിലെ എല്ലാ ബൂത്ത് പ്രസിഡന്റുമാരെ കാണാൻ റോഡിൽ ഇറങ്ങുന്നതല്ല. നരേന്ദ്രമോദി കേരളത്തിലെ റോഡിലിറങ്ങി നെഞ്ചു വിരിച്ച് നടക്കുമ്പോൾ അദ്ദേഹത്തിന് ചുറ്റും ആയിരക്കണക്കിന് പോലീസുകാരുണ്ട്. എന്നാൽ രാഹുൽ ഗാന്ധി മണിപ്പൂർ പോലെ എപ്പോഴും ബോംബ് പൊട്ടാവുന്ന, എപ്പോഴും സംഘർഷഭരിതമായിട്ടുള്ള, സ്വന്തം ജീവന് വളരെയേറെ ഭീഷണിയുള്ള ഒരു സംസ്ഥാനത്തെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ എല്ലാ വിശ്വാസവും നഷ്ടപ്പെട്ട്, പ്രതീക്ഷ മുഴുവൻ നഷ്ടപ്പെട്ട തൻ്റെ കുടുംബങ്ങളിലെ 100 കണക്കിന് ആൾക്കാരെ തീ വെച്ച് കൊല്ലുന്ന കിരാതമായ ഒരു ഭരണവാഴ്ച നടക്കുന്ന BJPയുടെ വംശഹത്യ നടക്കുന്ന മണിപ്പൂരിൻ്റെ ഹൃദയത്തിലൂടെ രാഹുൽ ഗാന്ധി നടന്നു നീങ്ങുകയാണ്. അത് കേരളത്തിലെ ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. തൃശ്ശൂരിലെ ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. തൃശ്ശൂരിലെ ജനങ്ങൾക്ക് അത് കാണാതെ പോകാൻ കഴിയില്ല. അതുകൊണ്ട് നരേന്ദ്രമോദി ഇവിടെ വരുന്നത് നല്ലത് തന്നെ. അദ്ദേഹം വന്നോട്ടെ, സുരേഷ് ഗോപിയുടെ വിവാഹത്തിൽ പങ്കെടുത്തോട്ടെ. അത് സുരേഷ് ഗോപിയാണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ വിവാഹത്തിന് ആരൊക്കെ വരണമെന്ന്, ആര് മാല എടുത്തു കൊടുക്കണം, ആര് താലി ചാർത്തണം, ഇതൊക്കെ അദ്ദേഹമാണ്. അത് ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല. എന്നാൽ ഇതെല്ലാം വോട്ട് കൊണ്ടുവരും. നരേന്ദ്രമോദി ഇനി ഒരു തവണ കൂടി വന്നാൽ അദ്ദേഹത്തിൻ്റെ വോട്ട് കൂടും എന്നൊക്കെ ചിന്തിക്കുന്നതും ആഗ്രഹിക്കുന്നതും എന്താണ് സങ്കുചിതമായ അല്ലെങ്കിൽ ചെറിയ ചിന്തകൾ. ഇതൊന്നും നരേന്ദ്രമോദി എത്ര കൂടുതൽ വരുന്നു, ആ വരുന്ന ഓരോ വരവിലും ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലെ മോഡിയുടെ രാഷ്ട്രീയമാണ്, ഭരണവാഴ്ചയാണ്. ആ ഭരണവാഴ്ചയുടെ ഖഡ്ഗം ഉരുണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആർക്കെല്ലാമാണ് നോക്കുന്നത്, ഏതെല്ലാം ആരാധനാലയങ്ങളാണ് ഇവിടെ തകർക്കപ്പെടുന്നത്, അതാണ് നോക്കുന്നത്. ഇവിടെ ശങ്കുട്ടി ദാസ് അവസാനം പറഞ്ഞൊരു കാര്യമുണ്ട്. CPMൻ്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞു, വലിയ കുഴപ്പ സർക്കാരാണ്, മോഡിയുടെ ഭരണം ഇങ്ങനെയാണ്. പക്ഷേ ഇതൊന്നും ഇന്ന് കണ്ടില്ല. നരേന്ദ്രമോദി വന്നപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ ആരോടും പറയാതെ അവിടെ പോയി ഇങ്ങനെ പതുങ്ങി പമ്മി നിന്ന പൂച്ചക്കുട്ടിയെ പോലെ നിന്ന മുഖ്യമന്ത്രിയാണ് കണ്ടത്. അദ്ദേഹം ആ പ്രസംഗവേദിയിൽ പറഞ്ഞില്ല കേരളത്തിനുള്ള അവഗണന, പറഞ്ഞില്ല കേരളത്തിനുള്ള പീഡനം, പറഞ്ഞില്ല 5000 കോടിയുടെ ഈ വികസനം വന്നെന്ന് വെച്ചാൽ ഇപ്പോൾ കേരളത്തിലെ സാധാരണക്കാരായ ആൾക്കാർക്ക് വലിയ ഗുണമുണ്ടെന്ന് തോന്നും. ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്യണം വന്നത്.
ആ ഉദ്ഘാടന സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേട്ടാൽ കേരളത്തിന് എന്തോ വലിയ സമ്മാനങ്ങൾ തന്നിരിക്കുന്നു. ഇന്നലെ വരെ ഇവർ പറഞ്ഞു നടന്നിരുന്നത് കേരളത്തെ അവഗണിച്ചു, കേരളത്തിന് കടം എടുക്കാനുള്ള പരിധി ഇവർ ഒഴിവാക്കിയിരിക്കുന്നു, GST വിഹിതം തന്നില്ല, ഇങ്ങനെയുള്ള നിരന്തരമായ ആക്ഷേപങ്ങൾ. അതുകൊണ്ടാണ് കേരളം മുടിഞ്ഞു പോയത്, തകർന്നു പോയത്, സാമ്പത്തികമായി ഇത്ര വലിയ പരാധീനത കേരളത്തിൽ ഉണ്ടായെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഒരക്ഷരം ആ പ്രധാനമന്ത്രിയോട് പറയാനോ ഒരു പേപ്പർ ആ പ്രധാനമന്ത്രിയുടെ കയ്യിൽ കൊടുത്ത് കേന്ദ്ര അവഗണന അവസാനിപ്പിക്കണമെന്ന് പറയാനോ അദ്ദേഹം തയ്യാറായില്ല. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒറ്റ വാക്കുകളും തെത്താം, എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ ഒരു വല്ലാത്ത ഒരു ചുഴിയിൽ കൊണ്ട് നിർത്തിയിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഭീഷണിപ്പെടുത്തി ഏതെങ്കിലും 1-2 പാർലമെന്റ് സീറ്റ് അടിച്ചെടുക്കാൻ കഴിയുമോ എന്നുള്ള ഭീഷണി രാഷ്ട്രീയമാണ്. അദ്ദേഹത്തെ വല്ലാതെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ്. ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് ഒപ്പം നിന്ന് അദ്ദേഹത്തെ സ്വീകരിക്കാൻ പോകുന്നതിൽ ഞങ്ങൾക്കെതിരില്ല. എന്നാൽ ആ നിപ്പുണ്ടല്ലോ, അത് കേരളത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങൾ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാരുടെ ആത്മവിശ്വാസത്തെ അമ്പേ ചോർത്തിക്കളയുന്ന ഒരു പാവം പിടിച്ച മനുഷ്യന്റെ നിപ്പായി പോയി. അദ്ദേഹത്തിന്റെ ചെയ്തികളാണ് അത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ. ഇതിൽ നിന്ന് തുടങ്ങാം. ശ്രീ പ്രകാശ് മാസ്റ്റർ, അങ്ങനെ താണു വണങ്ങി ദയനീയമായി നരേന്ദ്രമോദിയുടെ മുമ്പിൽ നിന്നോ പിണറായി വിജയൻ? ചോദ്യം നമ്പർ 1. 2, അങ്ങനെ നിൽക്കേണ്ടി വന്നത് മുഖ്യമന്ത്രി നേരിട്ട് പോയി പ്രധാനമന്ത്രിയെ സംസ്ഥാനത്തേക്ക് സ്വീകരിക്കുന്നു. അതിനുശേഷം പിന്നീട് ഇന്നത്തെ പരിപാടിയിൽ കേന്ദ്രത്തെക്കുറിച്ച് വിമർശനാത്മകമായ ഒന്നും പറയാതെ പ്രസംഗിക്കുന്നു. ഈ കാര്യങ്ങൾ ഇന്നിപ്പോൾ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരം പുറത്തു വന്നിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് മേലുള്ള അന്വേഷണത്തിൻ്റെ വാളിനെ പേടിച്ചാണ് എന്നത് കോൺഗ്രസ്സുകാർ പരിഹസിക്കുന്നു. അതിന് മറുപടി പറഞ്ഞ് തുടങ്ങാം നമുക്ക്. ഈ രാജ്യത്തെ ഉത്തരവാദപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പങ്കെടുക്കുന്ന ഒരാൾ ഇത്ര ബാലിശമായ കാര്യങ്ങൾ പറയുന്നത് എനിക്ക് അത്ഭുതം തോന്നുന്നു. ഒരു പ്രധാനമന്ത്രി സംസ്ഥാനത്ത് മുഖ്യമന്ത്രി അവിടെ വരുന്ന സമയത്ത് മുഖ്യമന്ത്രി അദ്ദേഹത്തിനെതിരായിട്ടുള്ള പ്രസംഗം നടത്തുകയാണോ എവിടെയെങ്കിലും ചെയ്യുക? ഇപ്പോൾ BJPയുടെ ഗവൺമെൻറ്റിൻ്റെ ആളുകൾ കോൺഗ്രസ് ഭരിക്കുന്ന സ്റ്റേറ്റിലെല്ലാം പോകുന്നുണ്ടല്ലോ, അവിടെയെല്ലാം പോയിട്ട് മുഖ്യമന്ത്രിമാർ പ്രധാനമന്ത്രിക്കെതിരെ വാളെടുക്കുകയാണോ? ഇനിയിപ്പോൾ മുഖ്യമന്ത്രി ഇവിടെ കേരളത്തിലെ ജില്ലാ പഞ്ചായത്ത്, മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ പോകുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ കോൺഗ്രസ്സുകാർ ഭരിക്കുന്ന കണ്ണൂർ കോർപ്പറേഷനിൽ വന്നിട്ടുണ്ടല്ലോ, അവിടെയെല്ലാം വന്നിട്ട് കോൺഗ്രസിൻ്റെ ആളുകൾ വന്നിട്ട് മുഖ്യമന്ത്രി തെറി പറയലാണോ? എന്ത് വിഡ്ഢിത്തമാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ഈ പറയുന്ന രാഷ്ട്രീയത്തിലെ നയനിർണ്ണയത്തെ സംബന്ധിച്ചൊന്നും ഒരു വിവരമില്ലാത്തതുകൊണ്ടാവാം. എന്തായാലും വളരെ വളരെ ബാലിശമായൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ കേന്ദ്രവിരുദ്ധ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ കാര്യം സംബന്ധിച്ചൊന്നും നരേന്ദ്രമോദി പറഞ്ഞില്ലല്ലോ. ഡൽഹിയിൽ ചെന്ന് കേരളത്തിലെ മന്ത്രിമാരും ജനപ്രതിനിധികളും അതുപോലെ MLA മാരും ആകെ തന്നെ നരേന്ദ്രമോദി ഗവൺമെന്റിനായിട്ട് സമരം നടത്താൻ വേണ്ടി പോകുന്നു. അതിലപ്പുറം എങ്ങനെയാണ് കേരളത്തിലെ ഗവൺമെന്റ് പ്രതികരിക്കേണ്ടത്? അല്ല, അവിടെ പ്രകാശ് പക്ഷേ കേന്ദ്ര വിരുദ്ധ സമരം അടുത്ത മാസം ഫെബ്രുവരിയിലാണല്ലോ പ്രഖ്യാപിച്ചത്. ഇപ്പൊ ചില സന്ദർഭങ്ങളിലെങ്കിലും ഇതുപോലെ പ്രധാനമന്ത്രിയുടെയോ പ്രസിഡന്റിന്റെയോ ഒക്കെ സന്ദർശന വേളയിൽ മന്ത്രിമാരെ ഈ സ്വീകരണത്തിന് വേണ്ടി, ഔദ്യോഗിക സ്വീകരണത്തിന് വേണ്ടി വേണമെങ്കിൽ ഡെപ്യൂട്ട് ചെയ്യാം, നേരിട്ട് മുഖ്യമന്ത്രി തന്നെ പോകണമെന്നില്ല. ഇവിടെ കോൺഗ്രസ് ഇന്നിപ്പോൾ കെ മുരളീധരൻ ഉന്നയിച്ചിരിക്കുന്ന ഒരു ആക്ഷേപം, ജ്യോതി ബസു അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കാൻ നേരത്തെ തീരുമാനിച്ച മുഖ്യമന്ത്രി അടിയന്തര പ്രാധാന്യത്തിൽ അത് കട്ട് ചെയ്ത് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ പോയി എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടായോ? ഇതെന്താന്ന് പറഞ്ഞാൽ ഈ സാധാരണഗതിയിൽ ഒരുതരം വിവരക്കേട് എന്ന് പറയുന്നൊരു ന്യായമുണ്ടല്ലോ. നിങ്ങൾ ഈ സാധാരണഗതിയിൽ പ്രധാനമന്ത്രിമാർ വരുമ്പോൾ പ്രോട്ടോക്കോൾ ഇല്ലേ? എന്താ പ്രോട്ടോക്കോള്? അന്യ രാജ്യങ്ങളിലെ ആളുകൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പ്രോട്ടോക്കോൾ ഇല്ലേ? ഇപ്പോൾ മറ്റ് രാജ്യത്തിലെ പ്രധാനമന്ത്രിയോട് വരുന്നു, നരേന്ദ്രമോദി അവിടെ പോകാതിരിക്കുകയാണ് ചെയ്യുക. പ്രസിഡന്റ് വരുന്നു, ഇവിടുത്തെ പ്രസിഡന്റ് പോകാതിരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ കേരളത്തിൻ്റെ ഒരു ഔദ്യോഗികമായ പരിപാടി ഉദ്ഘാടനത്തിനാണ്. അദ്ദേഹത്തിന് വേണ്ടി ഒരു 4000 കോടിയുടെ പദ്ധതി ഈ കേരളത്തിൽ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആ പരിപാടിക്ക് വേണ്ടി പങ്കെടുക്കാൻ വരുമ്പോൾ മുഖ്യമന്ത്രി ഉണ്ടാവേണ്ടതില്ല, ആരെങ്കിലും അയച്ചോട്ടെ എന്നെല്ലാം പറയുന്നത് എത്ര ബാലിച്ചാണ്. കേരളത്തോട് കേന്ദ്ര ഗവൺമെന്റ് കാണിച്ചുകൊണ്ടിരിക്കുന്ന അവഗണനയ്ക്കെതിരെ ഏറ്റവും ശക്തമായി പ്രതികരിക്കുന്ന ആളല്ലേ കേരളത്തിലെ മുഖ്യമന്ത്രി? അദ്ദേഹമാണല്ലോ അതിൻ്റെ നേതാവായിട്ട് കേരളത്തിൽ നിൽക്കുന്നത്. പിന്നെ അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ നരേന്ദ്രമോദിയുടെ BJPക്കാർ തുടങ്ങിയ കാലം എത്രയായി? 2000 കാണാൻ വേണ്ടി കഴിഞ്ഞ നരേന്ദ്രമോദി ഗവൺമെന്റ് വന്ന 2016 മുതൽ ഇങ്ങോട്ട് അദ്ദേഹം സ്ഥിരമായിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രി അധിക്ഷേപിക്കാനും അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താനും തികച്ചുമ്പോൾ ROC അന്വേഷണം. ഞാൻ ഇപ്പോൾ ചോദിക്കട്ടെ, ഇന്ത്യ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഈ ROC എന്ന് പറയുന്ന ഒരു സംഘടന ഒരു അന്വേഷണം നടത്തിയ ചരിത്രമുണ്ടോ? ഇതിൽ അവർക്ക് അന്വേഷണം നടത്താൻ എന്തെങ്കിലും അധികാരമുണ്ടോ? ഇല്ലല്ലോ. അവർ ROC ഏൽപ്പിക്കുന്നു. എന്തിന്? ROCയുടെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് അന്വേഷണം നടത്താൻ. വൃത്തികേടുകൾ അങ്ങേ തലയല്ലേ നരേന്ദ്രമോദി ഗവൺമെന്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? അത് വൃത്തികേടാണെന്ന് പറയാൻ വേണ്ടിയിട്ട് എന്തേ പടകുളം മന്ത്രിമാരെ സാധിക്കുന്നില്ല? ഇന്ത്യ രാജ്യത്ത് എമ്പാടും ഇക്കാര്യം നടക്കുകയാണല്ലോ. കോൺഗ്രസ് ഭരിക്കുന്ന സ്റ്റേറ്റുകളിൽ നമ്മുടെ ഖാർഗെ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് പോയിട്ട് പറഞ്ഞല്ലോ, കേന്ദ്ര ഗവൺമെന്റ് സ്വന്തം ഭരണഘടനാ ഏജൻസികളെ
ഈ പ്രതിപക്ഷങ്ങളുടെ സംസ്ഥാന കമ്മിറ്റികളെ അവർ ഭീഷണിപ്പെടുത്താൻ ഉപയോഗിക്കുന്നു. അവർക്കെതിരായിട്ട് അന്വേഷണം സംഘടിപ്പിക്കുന്നു. CBI എടുത്തിരിക്കുന്ന കേസുകൾ 97% പ്രതിപക്ഷത്തിനെതിരാണ്. അത് ദേശീയ നിലപാടാണെന്ന് മധുവിന് അറിയില്ലെങ്കിൽ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ? അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ബാലിശമായി പറയുന്ന ഒരു നിലപാടാണ്. കേരള ഗവൺമെന്റ് ഈ കാര്യങ്ങളിൽ ഔദ്യോഗികമായി ചെയ്യേണ്ട കാര്യം ഇപ്പോൾ ഗവർണർ എന്ത് വൃത്തികേടാണ് ഗവർണർ കാണിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ എന്തൊക്കെ ചെയ്യാൻ വേണ്ടി കഴിയും? കേരളത്തിലെ അദ്ദേഹം ഔപചാരിക ഭരണത്തലവല്ലേ, അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന് ഒരു കയ്യാങ്കളി നടത്തുക സാധ്യമാണോ? എന്താണ് നിങ്ങൾ കയ്യാങ്കളി നടത്താത്തത് എന്ന് കോൺഗ്രസ്സുകാർ ചോദിച്ചാൽ അതെന്ത് ബാലിശമായ ചോദ്യമാണ്. രാജ്യത്ത് ഭരണഘടന നിയമങ്ങളെല്ലാം ഇല്ലേ? അതിനനുസരിച്ചല്ലേ ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അതൊരു ഔദ്യോഗികമായിട്ട് സ്ഥാനമാണ്, ഭരണഘടനാ സ്ഥാപനമാണ്. അതിന്റെ സ്ഥലത്തിരിക്കുന്ന ആള് അങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ല. അദ്ദേഹത്തെ ചീത്ത പറയണം, അദ്ദേഹത്തിന്റെ പടക്കമറിയണം എന്നെല്ലാം പറഞ്ഞാൽ എന്തൊരു ബാലിശാണത്. അദ്ദേഹം അങ്ങനെ കൂനിക്കൂടി നിന്നു. ഇയാളോട് ചോദിച്ചില്ല ആൾ നിൽക്കുന്നേ വൃത്തികേടുന്നല്ലാതെ വരുന്ന പറയാ. ശരി ഓക്കെ. ശ്രീ ശങ്കുട്ടിദാസ്, ഔപചാരികതയുണ്ട്, അതുപോലെ തന്നെ ഔചിത്യവും ഉണ്ട്. പ്രധാനമന്ത്രി സംസ്ഥാനം സന്ദർശിക്കാൻ വന്നാൽ, ഔദ്യോഗിക പരിപാടികൾക്ക് വന്നാൽ മുഖ്യമന്ത്രിയും ഗവർണറും ഒക്കെ പോയി സ്വീകരിക്കുക എന്ന് പറയുന്നത് നാളിതുവരെയുള്ള അതിൻ്റെ ഒരു സാധാരണ രീതിയാണല്ലോ. അതിലിപ്പോൾ എന്തിനാണ് രാഷ്ട്രീയം? ഇപ്പോൾ BJPയുടെ പ്രധാനമന്ത്രി ആയതുകൊണ്ട് ഇവിടുത്തെ മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റായ മുഖ്യമന്ത്രി വരാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ രാജ്യത്ത് നമ്മുടെ ഫെഡറൽ സംവിധാനത്തിന് ചില മൂല്യങ്ങളും തത്വങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ ആകെപ്പാടെ തകിടം മറിഞ്ഞു പോകും. ഔപചാരികതയും ഔചിത്യവും ഒക്കെ എല്ലാവരും നോക്കാറുണ്ട്. BJPയുടെ ആദ്യത്തെ സർക്കാർ അധികാരം ഏറ്റെടുത്ത, രണ്ടാമത്തെ സർക്കാർ അധികാരം ഏറ്റെടുത്ത ഉടനെ അന്നത്തെ ഉപപ്രധാനമന്ത്രി LK അദ്വാനി ആദ്യത്തെ പരിപാടിയായിട്ട് ഇവിടെ EMSന്റെ അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ ഡൽഹിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അത് അതൊരു കോട്സി കോളാണ്. അപ്പോൾ അത് മുഖ്യമന്ത്രി നിർവഹിച്ചു എന്നുള്ളത് ഒരു ആനക്കാര്യമാണോ? അതെന്തോ രാഷ്ട്രീയ ബാന്ധവമാണോ? അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അത് കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടുള്ള പഴകുളം മധു പറഞ്ഞ കാര്യമാണ്. അങ്ങ് ആ ചോദ്യം ചോദിക്കേണ്ട അദ്ദേഹത്തോടായിരുന്നു. മുഖ്യമന്ത്രി പ്രധാനമന്ത്രി വരുമ്പോൾ വർഗീയവാദിയാണെങ്കിൽ മുഖ്യമന്ത്രി വരണമെന്നൊരു പരാമർശം താങ്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. ഞാൻ പറഞ്ഞത് എന്താണ്, അദ്ദേഹം ഇന്ന് നരേന്ദ്രമോദിക്ക് നന്ദി പറയുകയാണ് ചെയ്തത്. ഇവിടെ CPMന്റെ പ്രതിനിധിയായിട്ടുള്ള പ്രകാശൻ മാസ്റ്റർ പറഞ്ഞത് കേന്ദ്രം സംസ്ഥാനത്തോട് വളരെ ചിറ്റമ്മ നയമാണ് പുലർത്തുന്നത്, സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ് നടത്തുന്നത്, നികുതി വിഹിതം വെട്ടിച്ചുരുക്കിയിരിക്കുന്നു, കടമെടുക്കൽ പരിധി വെട്ടിക്കുറച്ചിരിക്കുന്നു, സംസ്ഥാനത്തെ സാമ്പത്തികമായിട്ട് പിടിമുറുക്കിയിട്ട് ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. എന്നാൽ പ്രധാനമന്ത്രി ഇരിക്കുന്ന വേദിയിൽ ഇന്ന് മുഖ്യമന്ത്രി സംസാരിച്ചപ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രിക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് സംസാരിച്ചത്. ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിട്ട് കേരള സംസ്ഥാനം മാറിയിരിക്കുന്നു. മേക്ക് ഇൻ കേരള എന്ന് പറയുന്നത് ഇന്ത്യയുടെ വികസന ഭൂപടത്തിലെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി മാറിയിരിക്കുന്നു. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു എന്നുള്ള കേന്ദ്ര സർക്കാരിന് നന്ദി പറഞ്ഞിട്ടാണ് സംസാരിച്ചത്. ഏതെങ്കിലും തരത്തിലുള്ള വിമർശനം അദ്ദേഹം ഉന്നയിച്ചിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. സമാനമായി നിങ്ങൾ നോക്കൂ, പാർലമെന്റിൽ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഇവർ ഉന്നയിക്കാറില്ലല്ലോ. ഇവരെവിടെയാണ് ഇത്തരം വിമർശനം ഉന്നയിക്കുന്നത്? യഥാർത്ഥ ഫോറങ്ങളിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് പണം കിട്ടാനുണ്ടെങ്കിൽ അങ്ങനെ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ഫോറങ്ങളിലോ പാർലമെന്റിലോ അത് പറയാതെ മുഖ്യമന്ത്രിയും മറ്റ് പ്രധാനപ്പെട്ട ചുമതലയുള്ള ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും കേന്ദ്രത്തോട് വളരെ നല്ല ബന്ധം പുലർത്തുകയും പുറമേക്ക് ചാനൽ ചർച്ചയിലും പുറത്ത് സാമൂഹികമായിട്ടുള്ള സമരപ്രഖ്യാപനങ്ങൾ നടത്തുന്ന രാഷ്ട്രീയ നേതാക്കന്മാരും എല്ലാം കേന്ദ്രം ശ്വാസം മുട്ടിക്കുന്നു എന്ന് പറയുകയാണ്. ഇത് കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ റിപ്പോർട്ടർ മറ്റൊരു ചാനലിലെ ചർച്ചയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഞാനും ശ്രീ അനിൽകുമാറും കൂടി ഇരുന്ന ചർച്ചയിൽ ഈ കണക്കുകളുമായി ബന്ധപ്പെട്ട് തന്നെ ഞാൻ വിവരിച്ചിട്ടുള്ളതാണ്. ഇവർ ഈ പറയുന്ന കണക്കുകളെല്ലാം ഊതി പെരുപ്പിച്ചിട്ടുള്ളതും വളരെ തെറ്റായിട്ടുള്ളതുമാണ്. ഇപ്പോൾ കടമെടുക്കൽ പരിധിയുടെ കാര്യം നിശ്ചയിക്കുന്നത് കേന്ദ്ര സർക്കാർ അല്ല. അത് 2003 ഉണ്ടാക്കിയിട്ടുള്ള ഫിനാൻഷ്യൽ റെഗുലേഷൻ ആക്ടിന്റെ അടിസ്ഥാനത്തിൽ ധനകാര്യ കമ്മീഷനാണ് അതിനുള്ള അധികാരം. ധനകാര്യ കമ്മീഷനാണ് ഈ 2003 ഫിനാൻഷ്യൽ റെഗുലേഷൻ ആക്ടിൽ തന്നെ പറയുന്നുണ്ട് GDPയുടെ 3% ഓരോ സംസ്ഥാനത്തിനും കടമെടുക്കാനുള്ള പരിധി. അത് കേരള സംസ്ഥാനത്തിന് മാത്രമല്ല, അത് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങൾക്കും അങ്ങനെയാണ്. ഒരുപാട് തവണ ചർച്ച ചെയ്ത കാര്യങ്ങളാണല്ലോ ശങ്കുട്ടിദാസ്. ശരിയാണ്, GSDPയുടെ 3% നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷേ നോക്കൂ, ഇപ്പോൾ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾ സർവൈവ് ചെയ്തുകൊണ്ടിരുന്നത് ഓഫ് ബജറ്റ് ബോറോവിംഗ് വഴിയാണ്. അടിസ്ഥാന സൗകര്യ വ്യവസ്ഥയിൽ കിഫ്ബി ഉണ്ടായിരുന്നു, കിഫ്ബി വഴി വായ്പ എടുത്തിരുന്നു. അങ്ങനെയാണ് പാലവും റോഡും ഒക്കെ പണിതുകൊണ്ടിരുന്നത്. അതേസമയം സോഷ്യൽ സെക്യൂരിറ്റിക്ക് അതിനുവേണ്ടി ഒരു കമ്പനി രൂപീകരിച്ച് പെൻഷൻ കൊടുക്കാൻ വേണ്ടി അങ്ങനെ വായ്പ എടുത്തിരുന്നു. അപ്പോൾ ഓഫ് ബജറ്റ് ബോറോവിംഗ് കൂടി ഈ കടപരിധിയുടെ അകത്ത് പെടുത്തിയതോടുകൂടി സംസ്ഥാനം ശ്വാസം മുട്ടി. കടമെടുക്കാൻ തീരെ പറ്റാത്ത ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ മുമ്പ് ബജറ്റിന് പുറത്ത് കടമെടുത്തുകൊണ്ടിരുന്നത് നിലയ്ക്കുന്ന സാഹചര്യം ഇപ്പോൾ ഉണ്ടായി. അങ്ങനെ ഒരു ശ്വാസം മുട്ടൽ നേരിടുന്നു എന്നുള്ളതാണല്ലോ പ്രശ്നം ഇപ്പോഴത്തെ.
നോക്കൂ, കേരളത്തിൻ്റെ കടം എങ്ങനെയാണ് വർദ്ധിക്കുന്നത് നിങ്ങൾ നോക്കണം. ഈ പറയുന്ന ഓഫ് ബജറ്റ് ബോറോയിങ് നടത്തുമ്പോൾ കിഫ്ബി പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് കടം എടുക്കുമ്പോൾ ഈ കടത്തിൻ്റെ ഗ്യാരണ്ടറായി നിൽക്കുന്നത് സംസ്ഥാന സർക്കാർ തന്നെയാണ്. ഏതെങ്കിലും കാരണവശാൽ ഈ സംവിധാനങ്ങൾക്ക് ഇത് മടക്കി അടയ്ക്കാൻ കഴിയാത്ത സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഒടുവിൽ ഇതിൻ്റെ ബാധ്യത വന്ന് നിൽക്കുന്ന കേന്ദ്രത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെ നിയന്ത്രിക്കാൻ സംസ്ഥാനത്തെ രാജ്യത്തെ ധനകാര്യ സ്ഥിതിയെ നിയന്ത്രിക്കുന്ന ഈ പറയുന്ന ധനകാര്യ കമ്മീഷൻ പോലത്തെ സംവിധാനങ്ങൾക്ക് ബാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞു, കോവിഡ് റെഗുലേഷൻ്റെ സമയത്ത് സംസ്ഥാനങ്ങൾക്ക് 5% വരെ GDP 5% വരെ കടമെടുക്കാനുള്ള അധികാരം കൊടുത്തിരുന്നു. 2021 ഇത് 4%, 2022 4%, 2023 ആയപ്പോഴാണ് പഴയ തട്ടായിട്ടുള്ള 3%ലേക്ക് കൊണ്ടുവന്ന്. ഇവരിപ്പോൾ പറയുന്നത് കടമെടുക്കൽ പരിധി കുറച്ചു എന്ന് പറയുന്നത് ഈ കോവിഡ് സമയത്ത് കൊടുത്തിട്ടുള്ള റിലാക്സേഷൻ കുറച്ചു എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, സംസ്ഥാനത്തിൻ്റെ കടം എത്രയാണ്? 2016 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് 1,90,000 കോടി രൂപ കടമുണ്ടായിരുന്ന സ്ഥലത്ത് ഈ കഴിഞ്ഞ 7 വർഷം കൊണ്ട് കടം നേരെ ഇരട്ടിയായി. 2 ലക്ഷം കോടിയുടെ അടുത്ത് ഉണ്ടായിരുന്നത് 4 ലക്ഷം കോടിയായി മാറി. ഈ കടം എന്ന് പറയുന്നത് മൊത്തം എന്താ പറയുക GDP-യുടെ 60% കടമായി മാറുകയാണ്. ഇത് വളരെ തെറ്റായിട്ടുള്ളൊരു ഫിനാൻഷ്യൽ മോഡലാണ്. സോറി, 60% അല്ല, 35% എന്നാണ് എൻ്റെ കണക്ക്. 35% മാറുന്നത് തെറ്റായിട്ടുള്ള മോഡലാണ്. ഇവിടെ റെഗുലേഷൻ കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. റെഗുലേഷൻ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ സംസ്ഥാനം യഥാർത്ഥത്തിൽ ഇന്നത്തെ വിഷയം അതല്ലെങ്കിലും ശങ്കുട്ടിദാസ്, ഒന്ന് ഈ പറഞ്ഞ താങ്കൾ ഇപ്പോൾ പറഞ്ഞ ഡെറ്റ് ടു GSDP റേഷ്യോ ഏറ്റവും മോശമായി നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം കേരളമല്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. ഇപ്പോൾ 2016 കടം ഇപ്പോൾ കേരള സർക്കാരിന് ഇല്ലേ എന്ന് ചോദിച്ചാൽ 2016 കടം ഇപ്പോൾ ഇന്ത്യൻ സർക്കാരിനും ഉണ്ടല്ലോ. ഇപ്പോൾ കിഫ്ബി വഴിയുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് മൂലധന ചെലവാണ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ കൊണ്ടുവരാവുന്ന ആ പണം കൊണ്ട് അതിലെ വരുമാനം കൊണ്ട് ഈ പറഞ്ഞ ലോണിന്റെ ബാധ്യത തിരിച്ചടയ്ക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പദ്ധതികളാണ് കിഫ്ബി വഴി വരുന്നത്. മറ്റേത് ഇപ്പോൾ സെക്യൂരിറ്റിക്ക് വേണ്ടിയുള്ള പണം എന്ന് പറഞ്ഞാൽ കടമെടുക്കുന്നതിനകത്ത് ആ മോഡലിന് പ്രശ്നമുണ്ട് എന്ന് വാദിക്കാം. നമ്മളിത് ഒരുപാട് ചർച്ച ചെയ്ത് പോയതാണ്. നമുക്ക് ഏറ്റവും ഒടുവിലത്തെ സംഭവം ഞാൻ പത്രവാർത്ത വായിക്കാം. നോക്കൂ, ഈ കഴിഞ്ഞ ദിവസം വന്നാണ് നമ്മുടെ ഈ സാമ്പത്തിക വർഷത്തിലെ ലാസ്റ്റ് ക്വാർട്ടർ വരികയാണല്ലോ. കേരളത്തിന് 7,000 കോടി കടമെടുക്കാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ 1,838 കോടി മാത്രമേ എടുക്കാൻ അനുവദിക്കുന്നുള്ളൂ. പബ്ലിക് അക്കൗണ്ടിലെ 3 വർഷത്തെ ശരാശരി തുക മാനദണ്ഡമായി നിശ്ചയിച്ചിട്ടാണ് 1,838 എന്നുള്ള നിലയിലേക്ക് ലാസ്റ്റ് ക്വാർട്ടറിൽ കേരളത്തിന്റെ കടം എടുക്കാൻ കഴിയുന്നത് കുറച്ചത്. 7,000 കോടി കിട്ടേണ്ടതിന് പകരം 1,800 കിട്ടിയാലുള്ള പ്രശ്നം എന്താ? ലാസ്റ്റ് ക്വാർട്ടറിൽ നോക്കൂ, പദ്ധതി പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിനിപ്പോൾ ഈ പൈസ കൊണ്ട് നടക്കുന്നല്ല. ക്ഷേമ പെൻഷനുകൾ 3 മാസമായി മുടങ്ങിക്കിടക്കാണ്, 4 മാസമായിട്ട് ഇപ്പോൾ മുടങ്ങാൻ പോകുന്നു. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു തരത്തിലും സർക്കാരിന് പൈസ എടുത്ത് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ, പ്രത്യേകിച്ച് ഒരു ഇലക്ഷന് മുമ്പ് വന്നാൽ എന്ത് സംഭവിക്കും? സർക്കാർ സാമ്പത്തികമായി ശ്വാസം മുട്ടും. ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സർക്കാരായി മാറിയാൽ അതിന് പൊളിറ്റിക്കൽ ഡിവിഡൻഡ് ഞങ്ങൾക്ക് കിട്ടുമെന്ന വൈരനിര്യാതന ബുദ്ധിയാകാം അതിന് പിന്നിൽ. നോക്കൂ, ഇതിൽ അങ്ങ് ആദ്യം പറഞ്ഞു താരതമ്യം തന്നെ ശരിയല്ല. കേന്ദ്ര സർക്കാരിൻ്റെ കടം എത്രയാണ് വർദ്ധിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഡെറ്റ് ടു GDP റേഷ്യോ എന്ന് പറയുന്നത് 16%. ഇവിടെ ഇത് 35%. 20% താഴെ നിൽക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള മോഡലാണ്. ഇത് 25% മുകളിലേക്ക് പോകുമ്പോഴാണ് ഇത് ഡേഞ്ചറസിലേക്ക് പോകുന്നത്. അതുകൊണ്ട് 16%, അതായത് 35,000 കോടി ഡോളറിൻ്റെ മൂലധന നിക്ഷേപമുള്ള, അതായത് വിദേശധന നിക്ഷേപമുള്ള സർക്കാരിൻ്റെ കടം അതിൻ്റെ എത്ര ശതമാനമാണെന്ന് നോക്കണം. സംസ്ഥാന സർക്കാരിൻ്റെ കടം എന്ന് പറയുന്നത് ഈ പറയുന്ന ഏത് സാമ്പത്തിക ശാസ്ത്രപ്രകാരവും വളരെ അപകടകരമായിട്ടുള്ള നിലയിലാണ് പോകുന്നത്. ഇത് രണ്ടും തമ്മിൽ താരതമ്യമില്ല. ഇനി അങ്ങ് പറഞ്ഞ സോഷ്യൽ സെക്യൂരിറ്റി മിഷനുമായി എടുക്കുന്ന കടത്തിൻ്റെ കാര്യം ഞാൻ പറയാം. അതുമായി ബന്ധപ്പെട്ട് നോക്കൂ, ഈ കിഫ്ബിയും സോഷ്യൽ സെക്യൂരിറ്റി മിഷനും ആകെ എടുത്ത കടത്തിൽ നിന്ന് തിരിച്ചടവ് കഴിഞ്ഞിട്ടുള്ള നെറ്റ് തുകയാണ് പൊതുകടമായിട്ട് എടുക്കുന്നത്. അതായത് 2021-22 കിഫ്ബിയും സോഷ്യൽ സെക്യൂരിറ്റി മിഷനും കൂടി എടുത്ത ഗ്രോസ് ബോറോയിങ് 14,312 കോടിയാണ്. ഇതിൽ തിരിച്ചടവ് നടത്തിയിട്ടുള്ള 1,750 കോടി കുറച്ചതിന് ശേഷമുള്ള നെറ്റ് ഓഫ് ബജറ്റ് ബോറോയിങ് ആയിട്ട് 12,560 കോടിയാണ് കേരളത്തിന് പൊതുകടത്തിലേക്ക് കൂട്ടിച്ചേർത്തിട്ടുള്ളത്. അതും ഒരുമിച്ച് ഇത്രയും വലിയ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ നോക്കൂ, കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽ നിന്ന് വലിയ കുറവ് വരുമെന്നതുകൊണ്ട് 12,500 കോടിയെ 4 ആക്കി ഭാഗിച്ചിട്ട് ഓരോ വർഷവും 3,140 കോടി വീതമായിട്ട് 4 വർഷത്തേക്ക് കടമെടുപ്പ് പരിധിയിൽ നിന്ന് കുറവ് വരുത്തുകയാണ് കേന്ദ്രം ചെയ്തത്. 2022 ഡിസംബർ 12 ശശി തരൂർ ലോക്സഭയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് ഈ കാര്യം കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നുണ്ട്. നെറ്റ് ഓഫ് ബജറ്റ് ബോറോയിങ് ആണ് പൊതുകടത്തിലേക്ക് ഉൾപ്പെടുത്തുന്നത്, അല്ലാണ്ട് നമ്മൾ ഈ പറയുന്ന പോലെ ഗ്രോസ് ഓഫ് ബജറ്റ് ബോറോയിങ് അല്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എല്ലാം തെറ്റായ കണക്കുകൾ നിരത്തിയിട്ട് സമൂഹത്തെ കബളിപ്പിക്കുന്ന കാര്യമാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പാർലമെൻറ്റിൽ നിങ്ങൾക്കൊരു MP ഉണ്ട്, ആരിഫ് എന്ന് പറയുന്നൊരു MP ഉണ്ട്. ആരിഫ് MP ഇതുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിൽ എന്തുകൊണ്ടാണ് ഈ സംസ്ഥാനത്തെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാത്തത്? നിങ്ങളത് പറയുന്നില്ല. നിങ്ങൾ പ്രധാനമന്ത്രി സംസ്ഥാനത്ത് വരുമ്പോൾ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം അദ്ദേഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നില്ല. നിങ്ങൾ അദ്ദേഹത്തിന് നന്ദി പറയുന്നു, കേരളത്തിന് ചെയ്തു തന്നിട്ടുള്ള സേവനങ്ങൾക്ക് നിങ്ങൾ നന്ദി പറയുന്നു. പക്ഷേ വൈകുന്നേരം ചർച്ചയിൽ വന്നിരിക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് എന്താ? ഈ കേന്ദ്ര സർക്കാർ മുഴുവൻ വർഗീയവാദികളാണ്, ഇവർ കേരളത്തിൽ വരുന്നത് കേരളത്തെ ഏതോ തരത്തിൽ ദ്രോഹിക്കണമെന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്
ഇവരുടെ ഈ പരിപ്പൊന്നും ഇവിടെ വേവില്ല എന്നാണ്. ഇത് ഗാലറിക്ക് വേണ്ടിയിട്ടുള്ള കളി മാത്രമാണ്. ഇതിലൊന്നും ആത്മാർത്ഥതയുടെ ഒരു തരിമ്പും ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ശരി, ഓക്കെ. ഇവിടെ ശ്രീ പഴകുളം മധു മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ പോയതിനെ കുറിച്ച് പറഞ്ഞല്ലോ. മുൻപ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ട് കേരളത്തിൽ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഉമ്മൻചാണ്ടി പോയി സ്വീകരിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഏതെങ്കിലും തരത്തിലുള്ള ഡീലിൻ്റെ ഭാഗമല്ല. അത് സാധാരണ നിലയ്ക്കുള്ള നമ്മുടെ രീതിയാണ്, മര്യാദയാണ്. ഇപ്പോൾ കേരളം കേന്ദ്രത്തിനെതിരെ ഒരു സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് സ്വന്തം നിലയ്ക്ക് ചെയ്യാനല്ല, പ്രതിപക്ഷത്തെ ക്ഷണിച്ചിട്ടുണ്ട്. വി.ഡി. സതീശനെ ക്ഷണിച്ചു, പി.കെ. കുഞ്ഞാലിക്കുട്ടിയെയും ക്ഷണിച്ചു. മുന്നണിയിൽ ആലോചിച്ചിട്ട് പറയാം എന്നുള്ളതാണ്. അതായത് ഒരു പകുതി പോസിറ്റീവായ നിലപാടാണ് ലീഗിന് ഇക്കാര്യത്തിലുള്ളത്. കോൺഗ്രസിനോ ഇപ്പോൾ ഈ എന്തായാലും കേരളത്തെ സംബന്ധിച്ച് സാമ്പത്തിക പ്രശ്നമുണ്ടല്ലോ. കേന്ദ്രത്തിനെ കുറിച്ച് നിങ്ങൾക്കും വിമർശനാത്മക അഭിപ്രായം ഉണ്ടല്ലോ. ഫെബ്രുവരി 8-ാം തീയതി ഡൽഹിയിൽ ജന്തർ മന്ദറിൽ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ സമരമിരിക്കുമ്പോൾ അക്കൂട്ടത്തിൽ UDF-കാരുണ്ടാവുമോ? അക്കൂട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് ഉണ്ടാവുമോ? അക്കൂട്ടത്തിൽ UDF MP-മാരുണ്ടാവുമോ? അല്ല, ഞാൻ പറയുന്നത് കേരളത്തിൽ ഒരു പ്രധാനമന്ത്രി വരുമ്പോൾ അദ്ദേഹത്തെ കാണാൻ പോകേണ്ടതെന്നല്ല ഞാൻ പറഞ്ഞത്. അതൊക്കെ പോകാമല്ലോ. പക്ഷേ ഇന്നത്തെ കോണ്ടെക്സ്റ്റ് എന്താണ്? ഇന്ന് കേരളത്തിലെ ഗവൺമെൻറ്റും CPM പാർട്ടിയും BJPയും കേന്ദ്ര ഗവൺമെൻറ്റും വല്ലാതെ കേരളത്തെ ഞെരുക്കി കൊല്ലുന്നു. അല്ലെങ്കിൽ CPM പാർട്ടി അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായി ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അന്വേഷണമൊക്കെ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ BJPക്കെതിരായി വലിയ തീവ്രവാദ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയല്ല, താഴെയുള്ള നേതാക്കന്മാർ നടത്തിക്കോ. ഇപ്പോൾ നവകേരള യാത്രയിൽ തന്നെ കേന്ദ്രത്തിനെതിരായിട്ടുള്ള എന്തോ ഒരു തീതുപ്പലായിരുന്നു. ഇവരുടെ എല്ലാ കഴിവുകേടുകളും കേന്ദ്രം ചെയ്തതിൻ്റെ ഫലമാണെന്ന് ഇവർ പറഞ്ഞിട്ട് ഇന്ന് ആരോടും പറയാതെ മുഖ്യമന്ത്രി എന്തിനാണ് നേരെ പോയി ജ്യോതി ബസു എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാതെ, സ്മരണാ ചടങ്ങിൽ പങ്കെടുക്കാതെ മുഖ്യമന്ത്രി ഇത് കട്ട് ഷോട്ട് ചെയ്തു. നേരത്തെ നമ്മൾ ഇതുപോലെ ഡൈവേർട്ട് ചെയ്യുന്നത് കണ്ടത് ഷാർജ ഷേക്ക് വന്നപ്പോഴാണ്. ഷാർജ ഷേക്ക് വന്നപ്പോൾ റൂട്ട് മാറ്റിപ്പോയി. അതുപോലെ ഇന്ന് റൂട്ട് മാറ്റിപ്പോയി. എന്തിനാണ് ആ റൂട്ട് മാറ്റിപ്പോയത് ഞങ്ങൾ ചോദിച്ചെന്നേ ഉള്ളൂ. അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ വന്നപ്പോഴും മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുടെ മുമ്പിൽ പോയി കൈക്കുമ്പിളിൽ കൈവച്ച് കൊടുത്ത് ഞങ്ങൾ കണ്ടതാണ്, കേരളം കണ്ടതാണ്. അപ്പം രണ്ട് തരം പാടില്ല, രണ്ട് സ്വഭാവം പാടില്ല. ഇവിടെ ആട്ടിൻകുട്ടിക്കൊപ്പം ഓടുകയും വേട്ടക്കാരനൊപ്പം നിന്ന് ചിരിക്കുകയും ചെയ്യുന്ന ആ സ്വഭാവം പാടില്ല. ഇവിടെ തന്നെ പറഞ്ഞില്ല ഇവരുടെ മാതൃക എന്താണ്? ഇവരുടെ മാതൃക നരേന്ദ്രമോദി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് അദ്ദേഹം കൈ കൊടുക്കാൻ കൈ കൊണ്ടുവന്നപ്പം ആ കൈ തട്ടി മാറ്റിയിട്ട് പോയ ഒരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടായിരുന്നു CPMൻ്റെ. ആ മുഖ്യമന്ത്രി നേരിട്ട പ്രശ്നങ്ങളല്ല ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി നേരിടുന്നതെന്ന് ഇവർ പറയുന്നത്. അപ്പോൾ അതിൽ ഏതാണ് ശരി, ഏതാണ് തെറ്റെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ അത് വ്യക്തമാക്കാതെ ഇദ്ദേഹം CPMൻ്റെ നേതാവ് പ്രകാശം മാസ്റ്റർ എനിക്ക് വിവരമില്ലെന്നൊക്കെ പറഞ്ഞാൽ ഓക്കെ, ഞാനത് അംഗീകരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് തിരിച്ചങ്ങോട്ട് ചെല്ലണമല്ലോ. ഇന്ന് എന്നെ എന്തെങ്കിലും നാൾ ചീത്ത വിളിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് അവിടെ ചെല്ലാൻ കഴിയില്ല. കാരണം പിണറായിക്കും അദ്ദേഹത്തിൻ്റെ ചെയ്തികൾക്കും എതിരായിട്ടുള്ള വിമർശനം ഉണ്ടാകുമ്പോൾ CPMമാർക്ക് കൊടുത്തിട്ടുള്ള നിർദ്ദേശം എന്ന് പറയുന്നത്, ക്യാപ്സൂൾ എന്ന് പറയുന്നത് അടിച്ച് നിരപ്പാക്കണമെന്നാണ്. ആ അടിച്ച് നിരപ്പാക്കിയില്ലെങ്കിൽ അവർക്ക് അവിടെ പണി പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ വിടുകയാണ്. സാധുവായിട്ടുള്ള പ്രകാശൻ മാസ്റ്റർ അവിടെ പോയി ജീവിച്ചോട്ടെ, എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ കാതലായ പ്രശ്നം എന്താണ്? കാതലായ പ്രശ്നം എന്ന് പറയുന്നത് ഇവരുടെ BJP വിരോധം തട്ടിപ്പാണ്. ഇവർ BJPയോ നരേന്ദ്രമോദിയോ എതിർക്കുന്നില്ല. ഇപ്പോൾ സുരേഷ് ഗോപി ജയിപ്പിക്കാൻ വേണ്ടി ഇവിടെ വരുമ്പോൾ ഇവർക്കതിൽ എന്തെങ്കിലും വൈമുഖ്യമുണ്ടോ? കാരണം ഇല്ല. എന്നുള്ളത് ഇവരുടെ സീറ്റല്ലത്, CPIയുടെ സീറ്റാണ്. തിരുവനന്തപുരവും തൃശ്ശൂരും CPIക്കുള്ള സീറ്റാണ്. അത് രണ്ടും പോയാലും ഇവർക്കൊരു കുഴപ്പമില്ല. അപ്പോൾ ഇത് വലിയൊരു ചതിയിലേക്കാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും CPM പാർട്ടിയും കൊണ്ടുപോകുന്നത്. അത് ഒരു വ്യക്തിയുടെ സ്വകാര്യമായ നേട്ടങ്ങൾക്ക് വേണ്ടി, സുരക്ഷയ്ക്ക് വേണ്ടി കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ഇടതുപക്ഷ രാഷ്ട്രീയത്തെയും ഒരുപോലെ കുഴിച്ചു മൂടുന്ന ഒരു കാഴ്ചയാണ് ഒരുപക്ഷെ നമുക്ക് കാണാൻ പോകുന്നത്. പക്ഷേ ഞാൻ നിങ്ങളോടെല്ലാം ഒരു കാര്യം പറഞ്ഞേക്കാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിയുമായി ചേർന്ന് ഈ 2-3 മണ്ഡലങ്ങളിൽ BJPക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചാലും അവിടെ എങ്ങും BJP ജയിക്കാൻ പോകുന്നില്ല. ഞാൻ ഇത് അക്ഷരാർത്ഥത്തിൽ ഞാൻ പറയാം. അഭിലാഷേ, ടേക്ക് ഫ്രം മീ, നിങ്ങൾ എല്ലാം നിന്ന് കേട്ടോളൂ. ഞാൻ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ വിഡ്ഢികളല്ല. അങ്ങനെ ഒരു കള്ളക്കച്ചവടം നടത്തിയാലും ഈ മണ്ഡലങ്ങളൊന്നും ജയിക്കാൻ പോകുന്നില്ല. മോദി നിരന്തരമായി വന്നാലും കേരളത്തിലെ ജനങ്ങൾക്ക് ആ കാര്യം ബോധ്യപ്പെടും. അവരുടെ എല്ലാം മനസ്സും ശ്രദ്ധയും മോഡിയുടെയും സംഘപരിവാറിൻ്റെയും ദുഷ്ടലാക്കുള്ള രാഷ്ട്രീയത്തിലേക്കായിരിക്കും പോവുക. അവരത് മനസ്സിലാക്കും. ക്രിസ്മസ് കാലം വരുമ്പോൾ ക്രിസ്ത്യാനിയുടെ വീട്ടിൽ പോയി കേക്ക് അവൻ്റെ വായിലോട്ട് വെച്ചു കൊടുക്കുകയും പുറം കൈ കൊണ്ട് മണിപ്പൂരിലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലുമെല്ലാം ക്രിസ്ത്യൻ ദേവാലയങ്ങളെ അഗ്നിക്കിരയാക്കുകയും ചെയ്ത ഹീനമായ രാഷ്ട്രീയം മനസ്സിലാക്കാൻ കഴിയാത്ത വെറും വിഡ്ഢിക്കൂട്ടങ്ങളല്ല കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ, ക്രിസ്ത്യൻ
സമുദായം, അവർക്ക് വിവേകമുണ്ട്, അവർ അതെല്ലാം മനസ്സിലാക്കി ചെയ്തോളും. അതുകൊണ്ട് തൃശ്ശൂരിൽ ഒന്നല്ല 100 തവണ മോദി വന്നാലും എല്ലാ ബഹുമാനത്തോടും പ്രധാനമന്ത്രി സ്ഥാനത്തോട് എല്ലാ ബഹുമാനത്തോടും ഞാൻ പറയുന്നു, കേരളത്തിൽ ഈ പരിപ്പ് വേഗില്ല, ഇതിവിടെ ചെലവാകില്ല. അത് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് 2024 ഇലക്ഷൻ കഴിയുന്നവരെ കാത്തിരിക്കേണ്ടി വരും. ഇവിടെ CPM പറയേണ്ട ഒരു കാര്യമുണ്ട്. CPM പറയേണ്ടത്, ഞാൻ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ അല്ല, ഒറ്റ മിനിറ്റ് കൂടി, അദ്ദേഹത്തിന്റെ വേദിയിൽ കയറി പ്രകാശം മാസ്റ്റർ പറയുന്ന പോലെ കോലാഹലം ഉണ്ടാക്കണ്ട. എന്തൊരു വീൺവാക്കായിരുന്നു ഇവിടെ, എന്തൊരു ബഹളമായിരുന്നു. BJP അത് ചെയ്ത് കളയും, RSSനെ ഇത് ചെയ്ത് കളയും എന്നെല്ലാം പറഞ്ഞ് വലിയ ബഹളം ഉണ്ടാക്കിയവർക്ക് എന്തുകൊണ്ട് പ്രധാനമന്ത്രിയുടെ കയ്യിലേക്ക് ഒരു പേപ്പർ കൊടുക്കാൻ കഴിഞ്ഞില്ല? കേരളത്തിന്റെ അവഗണനയെക്കുറിച്ച് അതെന്തെങ്കിലും പ്രോട്ടോകോൾ ലംഘനമാണോ? അത് ജനാധിപത്യ വിരുദ്ധമാണോ? ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി നിങ്ങൾ ഇത്രയും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മന്ത്രിമാരുടെ കഴിവുകേട് കൊണ്ട്, നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ കഴിവുകേട് കൊണ്ടല്ല കേരളം കടക്കെണിയിലായതെങ്കിൽ എന്തുകൊണ്ട് പ്രധാനമന്ത്രിയുടെ കയ്യിലേക്ക്, മുഖത്തേക്ക് വലിച്ചെറിയണ്ട, അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ഇന്ന് കൈകൂപ്പിയ കൈ വിടർത്തി വെച്ച് ഒരു പേപ്പർ കൊടുക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞില്ല? ഇത് തിരിച്ചെന്ന് പ്രകാശ് മാസ്റ്റർ ചോദിക്കണം. അതാണ് എനിക്ക് പ്രകാശ് മാസ്റ്ററോട് പറയാനുള്ളത്. മറ്റൊരു കാര്യം കൂടി പറഞ്ഞാൽ എന്റെ ഈ ഇപ്പോഴത്തെ സംസാരം ഞാൻ അവസാനിപ്പിക്കാം. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളം വല്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ്. സാമ്പത്തിക പ്രതിസന്ധിയല്ല, ധനപ്രതിസന്ധിയാണ്. കേരളത്തിന്റെ മൊത്തം കടം 4.5 ലക്ഷം കോടിയാണ്. EMSന്റെ കാലം മുതൽ, ഉമ്മൻചാണ്ടിയുടെ കാലം മുതൽ കേരളം ആകെ ഉണ്ടാക്കിയ കടം 1,30,000 കോടിയാണ്, 90,000 കോടിയല്ല. ഇന്ന് കേരളത്തിന്റെ ആകെ കടം 4.5 ലക്ഷം കോടി. ഇവിടെ ഏത് മേജർ പ്രോജക്റ്റ് കൊണ്ടുവന്നു? എത്ര മെഡിക്കൽ കോളേജ് തുടങ്ങി? എത്ര വ്യവസായ ശാലകൾ കൊണ്ടുവന്നു? എത്ര മെട്രോ റെയിൽ കൊണ്ടുവന്നു? എത്ര മേജർ പ്രോജക്റ്റ് കൊണ്ടുവന്നു? നിങ്ങൾ എങ്ങനെ കേരളത്തെ ഇത്രമാത്രം കടക്കെണിയിലാക്കി? അത് പറയാൻ കേരളത്തിലെ ഗവൺമെന്റിന് അവകാശമുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. അത് നിങ്ങൾ പറയണം. ഇപ്പൊ BJP നിങ്ങൾ തമ്മിൽ ഒത്തുകളിച്ചായിരുന്നു കേരളത്തിലെ ജനങ്ങൾ ഒന്നും രണ്ടല്ല എല്ലായ്പ്പോഴും. അത് പ്രകാശം മാസ്റ്ററെ മനസ്സിലാക്കിയോ, ശങ്കുട്ടി ദാസെ മനസ്സിലാക്കിയോ? ഒന്നും 1+1 അല്ല. തെരഞ്ഞെടുപ്പിൽ അത് അങ്ങനെ ആകില്ല. അത് മനസ്സിലാക്കിയാൽ ഒന്നും രണ്ടാവില്ല എന്നുള്ളതാണ് കോൺഗ്രസ് പറയുന്നത്. ശ്രീ പ്രകാശ് മാസ്റ്റർ, നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് എന്ത് ചലനം നരേന്ദ്രമോദിക്ക് കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ്. കോൺഗ്രസ് CPMനെ കുറിച്ച് കൂടി ആരോപണം ഉന്നയിക്കുന്നുണ്ട്. CPIയുടെ മണ്ഡലങ്ങളാണ് തിരുവനന്തപുരവും അതുപോലെ തന്നെ തൃശ്ശൂരും. അപ്പോൾ തൃശ്ശൂരാണ് ഇത്തവണ BJP വലിയ തോതിൽ ശ്രദ്ധ വെക്കുന്ന ഒരു മണ്ഡലം. കഴിഞ്ഞ തവണ 3ാം സ്ഥാനത്തായിരുന്നു സുരേഷ് ഗോപി. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് തൃശ്ശൂർ പിടിക്കാൻ വേണ്ടി രംഗത്തുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ പറഞ്ഞ ഇന്നത്തെ അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണ ചടങ്ങിലെ ഫോട്ടോ ഓപ്പർച്യൂണിറ്റികളെല്ലാം പിന്നീട് വോട്ടായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമെന്ന് സ്വാഭാവികമായി അവർ വിചാരിക്കുന്നുണ്ട്. ആ കാര്യത്തിൽ CPMന്റെ കൂടി സഹായം ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് ഭയപ്പെടുന്നത്. തൃശ്ശൂർ BJP എടുക്കുമോ? എന്ത് തോന്നുന്നു? ഇതിൽ ഈ ചർച്ച നരേന്ദ്രമോദിയുടെ വരവ് സംബന്ധിച്ചാണെങ്കിലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവഗണനയാണ് പ്രധാനമായും രണ്ട് ആളുകളും പരാമർശിച്ചതെന്നുള്ളതുകൊണ്ട് അതിനെ സംബന്ധിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. കേരളത്തിൻ്റെ വരുമാനം കഴിഞ്ഞ 25 കൊല്ലക്കാലം പരിശോധിക്കുമ്പോൾ ഓരോ 5 വർഷം കൂടുമ്പോഴും ഏതാണ്ട് വർദ്ധിക്കുന്നത് 110%. സ്വാഭാവികമായിട്ടും കടവും അത്രയും വർദ്ധിക്കുന്നതിലൊന്നും ഒരു തെറ്റുമില്ല. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഞങ്ങളുടെ നിലപാട് പുതിയ അസറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് കടം വാങ്ങുന്നതിൽ തെറ്റില്ല എന്നാണ്. അതിൽ BJPയുടെയും കോൺഗ്രസിൻ്റെയും നിലപാടല്ല. ഞങ്ങൾക്ക് പ്രൊഡക്റ്റീവ് പർപ്പസിന് വേണ്ടി കടം വാങ്ങുന്നത് സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് മാത്രമേ സഹായിക്കൂ. പിന്നെ ഇന്ത്യ ഗവൺമെൻറ്റിനേക്കാൾ മെച്ചപ്പെട്ട നിലക്കുള്ള വികസന മുന്നേറ്റം ഈ കേരളത്തിലാണ് എന്നുള്ളത് കേന്ദ്ര ബജറ്റിനകത്തുണ്ട്. പിന്നെ കടം ഇവിടെ പറഞ്ഞ പോലെയല്ല. ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് അവതരിപ്പിച്ചിരിക്കുന്ന ബജറ്റിനകത്ത് 60% കടമാണ്. കടം അവിടെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഈ ഫിസ്ക്കൽ ആക്ടിനെ പറ്റി അദ്ദേഹം പറഞ്ഞത് ശരിയല്ല. ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആക്റ്റാണ്. ആ ആക്ടിനകത്ത് ഇത്ര ശതമാനമേ കടമെടുക്കാവൂ എന്ന് പറഞ്ഞിട്ടില്ല. അത് എടുക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിക്കാമെന്നുള്ളതാണ്. അത് വർദ്ധിപ്പിച്ച് വരുന്നു. ഇപ്രാവശ്യം ഇവിടെ നിർമ്മല സീതാരാമൻ 3.5% വർദ്ധിപ്പിച്ചു. മറ്റൊരു കണ്ടീഷൻ വെച്ചു. ബജറ്റ് എന്താ കണ്ടീഷൻ? ഈ ഇലക്ട്രിസിറ്റി ബോർഡുകളെ സ്വകാര്യവൽക്കരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് മാത്രമേ 3.5 പറ്റൂ. എന്തിനു വേണ്ടിയാ? കേരളം KSEBയെ സ്വകാര്യവൽക്കരിക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് ആ കണ്ടീഷൻ വെച്ചതാണ്. ഇവിടെ ശത്രുതാപരമായിട്ട് കേരളത്തോട് പെരുമാറുന്നു എന്നുള്ളതിൽ ആർക്കാ സംശയം? നിങ്ങൾ കാണാൻ വേണ്ടി ഇവിടെ കേരളത്തിന് തരാനുള്ള സംഖ്യ തരുന്നില്ലെന്ന് മാത്രമല്ല, ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യ രാജ്യത്ത് എവിടെയെങ്കിലും ബജറ്റിന് പുറത്തുള്ള ബജറ്റേതര കടം ഔദ്യോഗിക കടമായിട്ട് പ്രഖ്യാപിച്ച ഒരൊറ്റ സ്റ്റേറ്റിന്റെ പേര് പറയട്ടെ? ഒരു സ്റ്റേറ്റും ഇല്ലല്ലോ. ഇവിടെ ബജറ്റേതര കടം കേരള ബാങ്ക്, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ക്ഷേമ കോർപ്പറേഷനുകൾ, അതുപോലെ സംസ്ഥാന ഗവൺമെന്റിനുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ, അവരിൽ നിന്ന് കടമെടുക്കുന്നത് കടത്തിൽപ്പെടുത്തുമെന്ന് ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിലും പറയുന്നില്ലല്ലോ. നിർമ്മല സീതാരാമൻ അയച്ചിരിക്കുന്ന കത്തിൽ കേരളത്തിന് മാത്രമല്ലേ അങ്ങനെ നിരയുള്ളൂ. അത് ശത്രുതാപരമായിട്ട് കാര്യമല്ലെങ്കിൽ മറ്റെന്താണ്? ഇവിടെ ധനകാര്യ പ്രശ്നം തീരാൻ വേണ്ടി പോകുന്നു. കേന്ദ്ര പദ്ധതികൾക്ക് ഏതാണ്ട് 6000 കോടി ഇത്രയും ബാക്കിയുണ്ടല്ലോ. 57,400 കോടി രൂപ കഴിഞ്ഞ കൊല്ലമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിന് കുറവാണ്.
നേരത്തെ കൊടുത്തു വന്നത് 3.8%, ഇപ്പോൾ 1.9 കുറച്ചിരിക്കുന്നു. ഇതൊന്നും കേരളത്തിൽ കുറച്ചതേ അല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് കേരളത്തോട് ശത്രുതയുണ്ടെന്ന് മാത്രമേ ഇതൊന്നും പറയാൻ പാർട്ടിയാണ് പഴയ മാധവന്റെ പാർട്ടി. ഇവിടെ വിടാതിരിക്കുന്നത് നിങ്ങൾ പറയുന്നത് ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങൾക്ക് പറയുന്നത് എഴുതി വെക്കേ. എനിക്കതിനുള്ള സംശയം, ഇപ്പൊ ഈ ധനകമ്മീഷൻ അവാർഡിന്റെ കാര്യമൊക്കെ താങ്കൾ പറഞ്ഞല്ലോ. അപ്പോ ഇത് ഇപ്പൊ കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തെ എന്നാ പിന്നെ ഈ കേരളത്തെ നശിപ്പിച്ചേക്കാം എന്ന് കരുതി കേരളത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ മാനദണ്ഡം അനുസരിച്ച് കേരളത്തിന് മാത്രമായി കുറയ്ക്കുന്ന കാര്യമല്ലല്ലോ. ഇപ്പോൾ ഈ ധനകമ്മീഷൻ അവാർഡ് അത് ഓരോ സംസ്ഥാനങ്ങൾക്കും അക്കാര്യത്തിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ധനകമ്മീഷൻ അവാർഡിന്റെ സമയത്ത് BJP ഭരിച്ചുകൊണ്ടിരുന്ന കർണാടകയിലും കർണാടകയുടെ ഇതൊക്കെ കേരളത്തോട് മാത്രമുള്ള വിവേചനം എന്ന് എങ്ങനെ പറയും? ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നേരത്തെ ഈ ധനകമ്മീഷനാണല്ലോ, ഫിനാൻസ് കമ്മീഷനാണ് ഈ പറയുന്ന ഈ പൂൾഡ് സമ്പത്ത് എങ്ങനെ വീതിക്കണം തീരുമാനിക്കുന്നത്. നേരത്തെയുള്ള അതിനുള്ള കണ്ടീഷൻസ് നരേന്ദ്രമോദി വന്നപ്പോൾ മാറ്റിയല്ലോ. എന്തിനു വേണ്ടിയാ? അതിനൊരു നിശ്ചയ ശതമാനം കേന്ദ്രത്തിന് ഇഷ്ടം പോലെ കൊടുക്കാൻ വേണ്ടി പറ്റാവുന്ന രൂപത്തിൽ തീരുമാനമെടുത്തല്ലോ. എന്തിനു വേണ്ടിയാ? നേരത്തെ ഫിനാൻസ് കമ്മീഷന്റെ നിയമത്തിനകത്തുണ്ടോ? ഫിനാൻസ് കമ്മീഷന്റെ ടേംസ് ഓഫ് റെഫറൻസ് മാറ്റിയിരിക്കുന്നു നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്ത് വന്ന് 2 കൊല്ലക്കാലം കഴിയുമ്പോൾ. അങ്ങനെയാണ് ഇഷ്ടമുള്ള സ്റ്റേറ്റുകൾക്ക് ഇഷ്ടം പോലെ, ഇഷ്ടമില്ലാത്ത സ്റ്റേറ്റുകൾക്ക് കൊടുക്കേണ്ടതില്ല തീരുമാനിക്കുന്നത്. അങ്ങനെയാണ്. അല്ലാതെ നേരത്തെയുള്ള ഫിനാൻസ് കമ്മീഷൻ ടേംസ് ഓഫ് റെഫറൻസ് ആണോ നരേന്ദ്രമോദി കൈകാര്യം ചെയ്യുന്നത്? അല്ലല്ലോ. ഇനി ഞാൻ ചോദിക്കട്ടെ, ആസൂത്രണ ബോർഡ്, നേരത്തെ ആസൂത്രണ ബോർഡ് ഉണ്ടായിരുന്ന അവിടെ ചർച്ച ചെയ്തിട്ടല്ലേ കാര്യങ്ങൾ കൊടുക്കുക? ഇപ്പോഴാരെ ചർച്ച ചെയ്യുന്ന ആസൂത്രണ ബോർഡ് ഇല്ലല്ലോ. പകരം പ്രധാനമന്ത്രി ചെയർമാനാണ് നിതി ആയോഗ്, അവരല്ലേ ഇന്ത്യയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇപ്പൊ സ്റ്റേറ്റുകൾക്ക് നിതി ആയോഗിന്റെ ഘടകമുണ്ടോ? ഇല്ലല്ലോ. അതെല്ലാം പിരിച്ചുവിട്ടല്ലോ. അപ്പൊ ഇതൊന്നും കാണാതെ നരേന്ദ്രമോദി ഗവൺമെന്റ് കൈകാര്യം ചെയ്യുന്ന ഈ അധികാരമാകത്തിന്റെ കയ്യിലേക്ക് എടുക്കുന്ന കാര്യങ്ങൾ കാണാതെ വെറും ഈ പൊതുകാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. കേരളത്തെ ശത്രുതാപരമായി കാണുന്നതിന് വേണ്ടി മാത്രമാണ് ഇവിടെ കേരളത്തിന്റെ ബജറ്റേതര കടത്തിൽപ്പെടുത്തുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു സ്റ്റേറ്റിനോട് പറഞ്ഞില്ലല്ലോ. ഇന്ത്യയിൽ എല്ലാ സ്റ്റേറ്റുകളും NHന് സ്ഥലം എടുക്കാൻ പൈസ കൊടുക്കാത്തപ്പോൾ 25% കേരളം കൊടുക്കണമെന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റല്ലേ? ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടോ? കേരളത്തോട് ശത്രുത അല്ലെങ്കിൽ മറ്റെന്താണ്? കേരളത്തിലെ പദ്ധതികളെല്ലാം തന്നെ അവിടെ പരണത്ത് വെക്കുന്നു, ഒന്നിനും അംഗീകാരം കൊടുക്കുന്നില്ല. അത് കേരളത്തോട് ശത്രുത അല്ലെങ്കിൽ മറ്റെന്താണ്? തരാമെന്ന് പറഞ്ഞ വാഗ്ദാനങ്ങൾ ഒന്നും നടപ്പാക്കുന്നില്ല, ശത്രുത അല്ലെങ്കിൽ മറ്റെന്താണ്? അതാണ് പറഞ്ഞത്. കേരളത്തോട് ശത്രുതാപരമായ നിലപാട് സ്വീകരിക്കുകയാണ്. ശരി, നേട്ടങ്ങൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും നമ്മൾ ഇന്നലെയാണല്ലോ നമ്മുടെ ഈ വ്യവസായ മേഖലയിലുള്ള റാങ്കിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്നലെ മന്ത്രി പ്രഖ്യാപിച്ചല്ലോ. ഇന്ത്യയിൽ 1ാം സ്ഥാനത്ത് വന്നിരിക്കുന്നു കേരളം. ഏത് രംഗത്താണ് കേരളം പുറകോട്ട് നിൽക്കുന്നത്? ഈ കഴിഞ്ഞൊരു കൊല്ലക്കാലം പരിശോധിക്കുമ്പോൾ 20ലേറെ അവാർഡുകളാണ് കേരളത്തിൽ ഒരു കാര്യം പറയാം കേന്ദ്ര ഗവൺമെന്റ് വന്നിരിക്കുന്നത്. ആ ഒരു മാന്യത ഈ കേരളത്തോട് കാണിക്കണ്ടേ? ശരി, പണം അനുവദിക്കുന്ന കാര്യത്തിൽ കേരളത്തോട് ആ ഒരു മാന്യത കാണിക്കണ്ടേ? പദ്ധതികളുടെ കാര്യത്തിൽ ആ ഒരു മാന്യത കാണിക്കണ്ടേ? പകരം ശത്രുതാപരമായിട്ട് പെരുമാറുന്നു. കേരളത്തിലെ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാൻ വേണ്ടി കഴിയും അതെല്ലാം ചെയ്യുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രി അവമാനിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര ഏജൻസികൾ ആകെ ഉപയോഗിക്കുന്നു. ഇതല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് പറയാനുള്ള നാവ് വേണ്ടത് പഴകള മധുവിന്റെ പാർട്ടിക്കാണ്. അവര് BJPയുടെ മറുഭാഗമാണല്ലോ. ഒരേ തൂവൽ പക്ഷികളായിട്ടാണല്ലോ അവർ നിൽക്കുന്നത്. കേരളത്തെ ആക്രമിക്കാൻ BJP, അതിനെ സഹായിക്കാൻ കോൺഗ്രസ്. അതല്ലേ നിലപാട്? ന്യായീകരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ശരി, ഓക്കെ. ഇവിടെ നോക്കൂ ഇവിടെ ശ്രീ ശങ്കുട്ടി ദാസ്, ഒന്ന് സങ്കീർണമായ പ്രശ്നങ്ങളുണ്ട്, കേരളം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അതിപ്പോൾ കേരളം CPM-ഉം കേന്ദ്രം BJP-യും ഭരിക്കുന്നത് കൊണ്ട് മാത്രം എന്ന് ഞാൻ പറയില്ല. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ സർക്കാരിന് സാമ്പത്തികമായ പരാധീനതകളും പ്രശ്നങ്ങളുമുണ്ട്. അതേസമയം തന്നെ നമുക്ക് കിട്ടാനുള്ളത് കിട്ടുന്നുണ്ടോ എന്ന പ്രശ്നം. അതിനാണ് ഈ കേന്ദ്ര വിരുദ്ധ സമരം ഫെബ്രുവരി 8-ാം തീയതി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കാൻ പോകുന്നത്. പണ്ട് EMS ഭരണവും സമരവും എന്ന് പറഞ്ഞതുപോലെ പിണറായി വിജയനും ഭരണവും സമരവും ഒരുമിച്ച് നടത്തുകയാണ്. ഞാനിപ്പോൾ നേരത്തെ ഈ കാര്യം പറഞ്ഞു വന്നപ്പോൾ സൂചിപ്പിച്ച ശ്രീ പ്രകാശ് മാഷ് സൂചിപ്പിച്ച ഒരു കാര്യത്തിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ഡിവിസിബിൾ പൂളിൽ നിന്നുള്ള വിഹിതത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. കേരളം 1 രൂപ കേന്ദ്രത്തിന് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് 1 രൂപ നികുതി പിരിക്കുമ്പോൾ തിരിച്ചു കിട്ടുന്നത് 25 പൈസയാണ്. അപ്പോൾ ആന്ധ്രാപ്രദേശിന് അത് 67 പൈസയാണ്, കർണാടകയ്ക്ക് 47 പൈസയാണ്, അതേസമയം ബീഹാറിന് 96 പൈസയാണ്, ഉത്തർപ്രദേശിന് 1 രൂപ 79 പൈസയാണ്. 1 രൂപയ്ക്ക് ആനുപാതികമായി തിരിച്ചു കിട്ടുന്ന പണം അല്ലെങ്കിൽ തിരിച്ചു കിട്ടുന്ന ആനുകൂല്യം എന്നുള്ള നിലയിൽ ശരിയാണ്. ഇവിടുത്തെ ജനസംഖ്യയിലെ മികച്ച പ്രവർത്തനം, അതുപോലെ തന്നെ മറ്റ് സാമൂഹ്യ ഘടകങ്ങൾ, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഉയർന്നത്, ഇതൊക്കെ അതിൽ ഘടകമാകാം. പക്ഷേ നമ്മൾ നന്നായി പെർഫോം ചെയ്തു എന്നുള്ളതിൻ്റെ പേരിൽ പണിഷ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം കേരളത്തിന് മാത്രമല്ല, തമിഴ്നാട്ടിൻ്റെ ധനമന്ത്രിയായിരുന്ന PTR അത് ഈ അടുത്ത് ചൂണ്ടിക്കാണിച്ചിരുന്നു മുമ്പ്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ട്. അതിനെ കേവല രാഷ്ട്രീയത്തിൻ്റെ തട്ടിൽ മാത്രം അളക്കാൻ കഴിയില്ലല്ലോ.
നോക്കൂ, നിങ്ങൾ ഈ പറയുന്ന ഗ്രാൻഡിൻ്റെ അടിസ്ഥാന സങ്കല്പത്തെ തന്നെ നിഷേധിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് ഓരോ സംസ്ഥാനങ്ങൾക്കുള്ള ഗ്രാൻറ്റുകൾ നിശ്ചയിക്കപ്പെടുന്നത്. ഇപ്പോൾ ഈ 15ാം ധനകാര്യ കമ്മീഷൻ വന്നപ്പോൾ ഈ പറഞ്ഞ പ്രകാശൻ മാസ്റ്റർ പറഞ്ഞ നരേന്ദ്രമോദി റീമോഡൽ ചെയ്തിട്ടുള്ള നീതി ആയോഗ് വന്നപ്പോഴാണ് ഈ 41% വിതരണം തുടങ്ങിയതെന്ന് നമ്മൾ ആലോചിക്കണം. 10ാം ധനകാര്യ കമ്മീഷൻ്റെ കാലഘട്ടത്തിൽ 16% മാത്രമായിരുന്നു സംസ്ഥാനങ്ങൾക്ക് ഇതിൽ നിന്ന് റിട്ടേൺസ് കിട്ടിയിരുന്നത്. ഇപ്പം 41% കിട്ടുന്നുണ്ട്. 41% ഓരോ സംസ്ഥാനത്തിൻ്റെ വിഹിതം നിശ്ചയിക്കുന്നത് അവരുടെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ്. 1980-കളിൽ ഇത് കൊടുത്തിരുന്നത് 1971-ലെ സെൻസസിൻ്റെ അടിസ്ഥാനത്തിലുള്ള കണക്കിലാണ്. അന്ന് കേരളത്തിൻ്റെ ഇന്ത്യയിലുള്ള മൊത്തം ജനസംഖ്യയുടെ കേരള ജനസംഖ്യ എന്ന് പറയുന്നത് 3.87%. അപ്പോൾ നികുതി വിഹിതത്തിൽ കേരളത്തിന് 3.87% അർഹതയുണ്ടായിരുന്നു. എന്നാൽ 2011-ലെ സെൻസസ് വന്നു കഴിഞ്ഞപ്പോൾ കേരളത്തിൻ്റെ ജനസംഖ്യ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആകെ ജനസംഖ്യയുടെ 3.87 ഇല്ല. അപ്പോൾ അത്ര തന്നെ കൊടുക്കണമെന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ ഞങ്ങൾ ജനസംഖ്യാ നിയന്ത്രണം വളരെ കാര്യക്ഷമമായി നടപ്പാക്കിയത് കൊണ്ടാണ് ഞങ്ങൾക്ക് ജനസംഖ്യ കുറഞ്ഞത്, അതിൻ്റെ പേരിൽ ഞങ്ങൾ ശിക്ഷിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രാൻഡിൻ്റെ സങ്കല്പം പോയി. നിങ്ങൾ നോക്കൂ, ഈ റിസർവേഷനിൽ തന്നെ ക്രീമി ലെയർ എന്ന് പറയുന്നൊരു സങ്കല്പമുണ്ട്. ഒരു വിഭാഗത്തിന് നിരന്തരമായിട്ട് ഈ റിസർവേഷൻ്റെ ആനുകൂല്യങ്ങൾ അനുഭവിച്ച് അവർ ഈ പറയുന്ന സാമൂഹ്യ അവശതയിൽ നിന്ന് പുറകോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് റിസർവേഷൻ ഇല്ല. കാരണം അവർ ആ പരിധി കടന്നുപോയി. അപ്പം ഞങ്ങൾ നന്നായതിൻ്റെ പേരിൽ ഞങ്ങളെ ശിക്ഷിക്കുകയാണോ, ഞങ്ങളുടെ സംവരണം ഒഴിവാക്കുകയാണോ എന്ന് ചോദിക്കരുത്. ഇത് അവശരായിട്ടുള്ള കൂടുതൽ സംരക്ഷണമുള്ള ആവശ്യമുള്ള ആളുകൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പദ്ധതി. ഇവിടെ ജനസംഖ്യയുടെ 5% ഉള്ള സംസ്ഥാനത്തിന് അത്രയും ജനങ്ങൾക്ക് കിട്ടേണ്ട വിഹിതം അത്രയും ജനങ്ങളില്ലാത്തൊരു സംസ്ഥാനത്തിന് കൊടുക്കാൻ സാധിക്കുമോ? അപ്പം നിലവിൽ പണ്ട് കാലഘട്ടങ്ങളിൽ കിട്ടിയിരുന്നതിനേക്കാൾ കൂടുതൽ പണമാണ് ഇപ്പോൾ കേരളത്തിന് കിട്ടുന്നത്. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റിൻ്റെ മാത്രം കാര്യം ഞാൻ പറയാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റ് കിട്ടിയത് കേരളത്തിനാണ്. 45,000 കോടി രൂപയാണ് കേരളത്തിന് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റ് കിട്ടിയത്. ഇന്ത്യയിൽ മറ്റേത് സംസ്ഥാനത്തേക്കാൾ കൂടുതലാണ്. ഈ പറയുന്ന നികുതി വിഹിതം എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന 3.87% വീതം കിട്ടിയിരുന്ന കാലഘട്ടത്തിൽ 1985-ൽ 10ാം ധനകാര്യ കമ്മീഷന്റെ കാലഘട്ടത്തിൽ കേരളത്തിന് ആകെ കിട്ടിയിട്ടുള്ള നികുതി വിഹിതം 6,800 കോടി രൂപയാണ്. എന്നാൽ ഇപ്പോഴോ ഈ പറയുന്ന 3.87% ഇല്ലാത്ത കാലഘട്ടത്തിൽ കേരളത്തിന് കിട്ടിയത് 2020-2021 കാലഘട്ടത്തിൽ മാത്രം 39,991 കോടി രൂപയാണ്. നമ്മുടെ GDP അതിന്റെ സൈസ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ GSDP ഓരോ സ്റ്റേറ്റിന്റെയും വളർന്നുകൊണ്ടിരിക്കുകയാണ്. റവന്യൂ മൊത്തം പിരിക്കുന്ന റവന്യൂ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ആനുപാതികമായി നമ്പർ കൂടും. അതിന്റെ ഷെയർ ആണല്ലോ നമ്മളെ സംബന്ധിച്ച പ്രശ്നം. ഞാൻ പറയുന്നത് ഓരോ കാലഘട്ടത്തിലും ഓരോ സംസ്ഥാനത്തിൻ്റെ എലിജിബിലിറ്റി അളക്കുന്നതിന് കൃത്യമായിട്ടുള്ള മീറ്റേഴ്സ് ഉണ്ടല്ലോ. 1971-ലെ സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ 2021-ൽ നമ്മൾ ഈ പറയുന്ന വിഹിതങ്ങൾ വീതിക്കാൻ സാധിക്കുമോ? ഓരോ കാലഘട്ടത്തിൽ അതാത് കാലഘട്ടത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾക്കനുസരിച്ച് ഈ മീറ്റേഴ്സ് പുനർനിശ്ചയിക്കണ്ടേ? ആ മീറ്റർ പുനർനിശ്ചയിക്കുമ്പോൾ നിങ്ങൾ പറയുകയാണ് പണ്ട് ഞങ്ങൾക്ക് ഇത്ര കിട്ടിയിരുന്നു. പക്ഷെ നിങ്ങൾക്ക് എത്രയാണ് കിട്ടിയിരുന്നത്? അന്ന് ആകെ 16% സംസ്ഥാന വിഹിതം. ആ സംസ്ഥാന വിഹിതത്തിൽ നിന്നാണ് നമുക്ക് 3.87 കിട്ടിയിരുന്നത്. ഇന്ന് 41% സംസ്ഥാനങ്ങൾക്ക് വീതിച്ചു കൊടുക്കുന്നത്. അതിൽ നിന്നാണ് ജനസംഖ്യാപരമായിട്ടുള്ള സംഖ്യ നമുക്ക് കിട്ടുന്നത്. അത് തന്നെ വളരെ വലിയ സംഖ്യയാണെന്നുള്ള വസ്തുത നമ്മൾ മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോ അവിടെ ശംഖു ഇപ്പൊ കേരളത്തിൽ നിന്ന് കിട്ടുന്ന റവന്യൂ എന്ന ആംഗിൾ കൂടി ഉണ്ടല്ലോ. അവിടെയാണ് ഡീകമ്പോസിഷൻ ഓഫ് FFC ട്രാൻസ്ഫേഴ്സ് ടു സ്റ്റേറ്റ്സ്. ഇത് മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ കണക്കാണ്. ഹൗ മച്ച് ഈച്ച് സ്റ്റേറ്റ് ഗെറ്റ്സ് ബാക്ക് ഫോർ എവറി റുപ്പി ഗിവൺ ടു ഡൽഹി. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഉത്തർപ്രദേശിന് ₹1.79 കിട്ടുമ്പോൾ കേരളത്തിന് 25 പൈസയെ കിട്ടുന്നുള്ളൂ. നമ്മൾ ₹1 അങ്ങോട്ട് കൊടുക്കുമ്പോൾ തിരിച്ചു കിട്ടുന്നത് 25 പൈസയാണ് എന്നുള്ളത് ശരിയാണ്. ഇവിടുത്തെ സാമൂഹ്യ സാഹചര്യം മെച്ചമാണെന്നുള്ള ന്യായം പറയാം. അവിടെ ഒരു അനീതി ഉണ്ട് എന്ന് പറഞ്ഞുകൂടെ? ഇല്ല സാർ, അതിലൊരു വ്യത്യാസമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ GST എന്ന് പറയുന്ന സംവിധാനം ഏർപ്പെടുത്തിയപ്പോൾ ആദ്യം തന്നെ വിഹിതത്തിൽ 50% സംസ്ഥാനങ്ങൾക്ക് കിട്ടുകയാണ്. അങ്ങ് ₹1 കിട്ടുമ്പോൾ എന്ന് പറയുമ്പോൾ പണ്ടത്തെ കണക്കിൽ ₹2 കിട്ടിയിരുന്ന കാര്യമാണിത്. ₹2 ₹1 ആദ്യമേ കേരളത്തിന് കിട്ടി. ബാക്കിയുള്ള ₹1 41 പൈസ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് തന്നെ വീതിച്ചു കൊടുക്കുന്നു. ബാക്കി ₹59 കേന്ദ്രം അതിൻ്റെ ചെലവുകൾക്ക് വയ്ക്കുന്നു. ഈ 41 പൈസയിൽ നിന്ന് വീണ്ടും 3.5% സംസ്ഥാനത്തിൻ്റെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലുള്ള ശതമാനം സംസ്ഥാനത്തിന് കിട്ടുന്നു. ഒരു ശതമാനം ഇപ്പൊ 1.9. ശരി, ഇപ്പോൾ 2% പുതിയ ജനസംഖ്യാ കണക്ക് പ്രകാരമുള്ള സംഖ്യ അത് പ്രകാരമുള്ളത് കിട്ടുന്നു. പക്ഷേ ₹1 നമുക്ക് ആദ്യമേ കിട്ടിയിട്ടുണ്ട്. ഈ പറയുന്ന GST എന്നൊരു സ്ട്രക്ചർ വന്നപ്പോൾ പകുതി സംഖ്യ മൊത്തം ടാക്സിന്റെ പകുതി സംസ്ഥാനങ്ങൾക്ക് ആദ്യമേ കിട്ടുന്ന ഒരു പ്രൊവിഷൻ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇത് മുന്നേ ഉണ്ടായിരുന്നില്ല. ഇവിടെ സംസ്ഥാനങ്ങൾക്ക് ഇവിടെ നമുക്ക് നികുതി ഉണ്ടായിരുന്നില്ലേ? വാറ്റ് ഉണ്ടായിരുന്നില്ലേ? വാല്യൂ ആഡഡ് ടാക്സ് ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും സംസ്ഥാനത്തിന് നികുതി നിശ്ചയിക്കായിരുന്നു. GST ആക്കിയപ്പോൾ ഇതൊന്നും ഔദാര്യമല്ലല്ലോ.
നോക്കൂ, വാറ്റ് നിർത്തലാക്കിയപ്പോൾ സംസ്ഥാനം നികുതി ചുമത്തുന്ന ഐറ്റങ്ങൾ ഇല്ലാതായപ്പോഴാണ് അതിന് പകരമായിട്ട് GST കോമ്പൻസേഷൻ എന്ന് പറയുന്ന ഏർപ്പാട് കൊണ്ടുവന്നത്. ഈ പറയുന്ന GST ആക്ട് പ്രഖ്യാപിച്ചിട്ടുള്ള 2017 തന്നെ GST കോമ്പൻസേഷൻ 5 കൊല്ലത്തേക്ക് നിശ്ചയിച്ചിട്ടുള്ളതാണ്. ഓരോ കൊല്ലത്തും കേരളത്തിന് ഈ പറയുന്ന 2023 ഫെബ്രുവരി മാസത്തോടുകൂടി GST കോമ്പൻസേഷൻ പൂർണ്ണമായിട്ട് കിട്ടിബോധിച്ചിട്ടുണ്ട്. GST ആക്ട് നടപ്പാക്കിയപ്പോൾ തന്നെ പറഞ്ഞിരുന്ന കാര്യമാണ് 5 കൊല്ലങ്ങൾക്കുള്ളിൽ ഈ നികുതി വരുമാനത്തിലുള്ള അന്തരം തീർക്കാൻ വേണ്ട നടപടികൾ സംസ്ഥാനം സ്വീകരിക്കണം. ഒറ്റ കാര്യം കൂടി ഞാൻ പറയാം. ഇവിടെ പ്രകാശൻ മാസ്റ്റർ പറഞ്ഞു കടമെടുക്കുന്നതിൽ തെറ്റില്ല, എന്താണ് റിട്ടേൺസ് ഉള്ള കാര്യങ്ങളിൽ നിക്ഷേപിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ താല്പര്യം. അങ്ങനെയല്ല കേരളത്തിൽ സംഭവിക്കുന്നത്. കേരളത്തിൽ കടം പെരുകുമ്പോൾ പോലും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ യാതൊരു തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റും ഉണ്ടാവുന്നില്ല. കേരളത്തിന്റെ ശരിക്കുള്ള സാമ്പത്തിക പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ കേരളത്തിന്റെ ഫിനാൻഷ്യൽ മോഡലിലുള്ള പ്രശ്നമാണ്. അതായത് കേരളത്തിന്റെ മൊത്തം എക്സ്പെൻഡിച്ചറിന്റെ 60% കേരളം സാലറിയും പെൻഷനുമായിട്ടാണ് കൊടുക്കുന്നത്. സംസ്ഥാനത്തിന്റെ ജനസംഖ്യയുടെ 10% പോലും ഇല്ലാത്തൊരു വിഭാഗം, അതായത് ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നൊരു വിഭാഗം, ആ വിഭാഗമാണ് മൊത്തം എക്സ്പെൻഡിച്ചറിന്റെ 60%. കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു ഹിന്ദുവിലാണെന്ന് തോന്നുന്നു, എങ്ങനെയാണ് ഗ്രീസ് തകർന്നത്, സാമ്പത്തിക പ്രതിസന്ധി എങ്ങനെയാണ് ഗ്രീസിൽ ഉണ്ടായത് എന്ന് പറയുന്നുണ്ട്. അത് അശാസ്ത്രീയമായിട്ടുള്ള എന്താണ് ശമ്പള പരിഷ്കരണം കൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് പറയുന്നുണ്ട്. എല്ലാ ഏജൻസികളും ഒരുപോലെ പറയുന്ന ഒരു കാര്യമാണ് കേരളത്തിന്റെ ഈ പറയുന്ന ശമ്പള പരിഷ്കരണ സംവിധാനം വളരെ അശാസ്ത്രീയമായിട്ടാണ് എന്നുള്ളത്. അപ്പൊ കേരളത്തിന്റെ ഈ ഫിസ്ക്കൽ മാനേജ്മെന്റ് പോളിസി തന്നെ അടിസ്ഥാനപരമായിട്ട് അൺസയന്റിഫിക് ആണ്. അതിലുള്ള ലാപ്സ് കൊണ്ടാണ് റിട്ടേൺസ് ഒന്നും ഉണ്ടാവുന്നില്ല. ചർച്ചയ്ക്ക് വിധേയമാണ്. മൂലധന ചെലവുകൾക്ക് വേണ്ടി കടമെടുക്കുക എന്ന് പറയുന്നതിനേക്കാൾ വ്യത്യസ്തമാണ് ഇതുപോലെയുള്ള മൂലധന ചെലവിന് റവന്യൂ ചെലവുകൾക്ക് വേണ്ടി കടമെടുക്കുക എന്നുള്ളത്. അത് ശരിയായ ഒരു കാര്യമാണ്. എനിക്കൊരു ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ചർച്ച അവസാന ഘട്ടത്തിൽ ശ്രീ പഴകുളം മധു, ഈ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഷെയ്ഖാൻ്റെ കൊടുത്തതും കൈകൂപ്പിയതൊക്കെ രാഷ്ട്രീയമായി പറയാം. അതിനപ്പുറത്ത് ഇപ്പോൾ കേരളം എന്തെങ്കിലും പ്രശ്നം നേരിടുന്നുണ്ടോ, കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾ എന്നുള്ളത് കേവല രാഷ്ട്രീയത്തിനപ്പുറത്തുള്ള വിഷയമാണ്. അപ്പോൾ കേരളത്തിന് കിട്ടുന്ന റവന്യൂ ഷെയറിൽ നിന്ന് കിട്ടുന്ന 25 പൈസയെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ 1 രൂപ കൊടുക്കുമ്പോൾ 25 പൈസയാണ് തിരിച്ചു കിട്ടുന്നതെന്ന് പറഞ്ഞല്ലോ. അതേ ആക്ഷേപം കർണാടകയ്ക്ക്, നിങ്ങൾ ഭരിക്കുന്ന കർണാടകയുടെ ധനമന്ത്രിക്കും അതുപോലെ തന്നെ തെലങ്കാനയുടെ ധനമന്ത്രിക്കും ഒക്കെ ഉണ്ടാവാം. കാരണം സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളാണ് കൂടുതൽ മെച്ചപ്പെട്ട ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് ചില നഷ്ടങ്ങൾ ഈ പറഞ്ഞ ഡിവിസിബിൾ പൂളിൽ നിന്നുള്ള റവന്യൂ വിഹിതത്തിൻ്റെ കാര്യത്തിലുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഫെഡറൽ സംവിധാനത്തിന് തന്നെ അന്തസത്ത മോശമാവുന്നു എന്ന വിമർശനമുണ്ട്. അപ്പോൾ ഇതൊക്കെ കളക്റ്റീവായി ഉന്നയിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് കേവല രാഷ്ട്രീയത്തിനപ്പുറത്ത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി വിളിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് പോകുമോ, കോൺഗ്രസ് പോകുമോ എന്ന ചോദ്യം പ്രസക്തമാവുന്നത്. അല്ല, ഇവിടെ GST വിഹിതം എന്നുവരെ കിട്ടുമെന്നുള്ളത് ഇന്നലെ പറഞ്ഞാൽ എന്നേ അറിയാവുന്ന കാര്യമായിരുന്നു. ഇത് ഇവിടുത്തെ ഗവൺമെന്റിനും അറിയാമായിരുന്നു. GST കോമ്പൻസേഷൻ ഒക്കെ കഴിഞ്ഞു, തീർന്നു. GST കോമ്പൻസേഷൻ 5 വർഷത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ, അത് കഴിഞ്ഞു. അതിനപ്പുറത്തുള്ള കാര്യമാണ് ഇവിടെ എന്താ സംഭവിച്ചത് അറിയാമോ? ഞാൻ കേട്ടോ, ഇവിടെ എന്താ സംഭവിച്ചത് എന്താണ്? കേരള ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റിംഗ് മാനേജ്മെന്റ് ആക്ട് നമ്മുടെ ഒരു നിയമമുണ്ട്. ആ നിയമം ലംഘിച്ച് ഓഫ് ബജറ്റ് എടുത്തപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം പറഞ്ഞു, VD സതീശൻ പറഞ്ഞു, ഇത് തെറ്റാണ്. കാരണം നിങ്ങൾ ഓഫ് ബജറ്റ് എടുക്കും, പക്ഷെ തിരിച്ചു കൊടുക്കുമ്പോൾ ബജറ്റിൽ പ്രൊവിഷൻ വെക്കാതെ കൊടുക്കാൻ കഴിയില്ല. അത് പറഞ്ഞതാണ്. തോമസ് ഐസക് അതെല്ലാം പുച്ഛിച്ച് തള്ളി. അതാണ് കേരളത്തെ ഈ അപകടത്തിൽ കൊണ്ടുവന്ന് എത്തിച്ചത്. ഇതവർ മനസ്സിലാക്കണം. ഇവർക്ക് ഇടത് ബദലെവിടെ? 7.5 വർഷമായി കേരളം ഭരിക്കുന്ന ഇവരുടെ ഇടത് ബദലെവിടെ? ബംഗാളിൽ പൊളിഞ്ഞു വീണ പോലെ. ഇതൊക്കെ കേന്ദ്രം ചെയ്താലും ഒരു ഇടത് ബദലുണ്ടല്ലോ, ആ ബദലെവിടെ? എന്തുകൊണ്ട് 7.5 വർഷക്കാലമായി കേരളത്തിൽ ഒരു ബദൽ കൊണ്ടുവന്നില്ല? റവന്യൂ വരുമാനം ഇവർക്ക് തീരെ പുറകോട്ട് പോയി. നികുതി പിരിക്കാൻ കഴിഞ്ഞില്ല. 40,000 കോടി നികുതി പിരിക്കേണ്ട സ്വർണ്ണ കച്ചവടക്കാരിൽ നിന്ന് 400 കോടി പിരിച്ചിട്ട് പാർട്ടി ഫണ്ട് പിരിച്ചോണ്ട് പോകുന്നു. അതാണ് കേരളത്തിന്റെ പ്രശ്നം. ഇത് കേരളത്തിലെ വൻകിട മുതലാളിമാരാണ് കേരളത്തിൽ നികുതി കുടിശ്ശേക്കാർ. അവരെ പിടിക്കാൻ കേരളത്തിന് കഴിയുന്നില്ല. കേന്ദ്ര അവഗണനയുണ്ട്, അത് ശരിയാണ്, അതിനെ എതിർക്കണം. എന്നാൽ ഇവരുടെ തെറ്റുകൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. അതാണ് പ്രശ്നം. അപ്പോൾ ഇവിടെ കേന്ദ്രത്തിൽ സമരം ചെയ്യാൻ പോകുന്ന ഞങ്ങൾ നിരന്തരമായ കേന്ദ്ര സമരത്തിലാണ്. ഇവർക്ക് പ്രസംഗം മാത്രമേ ഉള്ളൂ. ഇവർ ഒരു കേന്ദ്ര സമരവും ഇല്ല. ഭരണവും സമരവും നടത്തുമെന്ന് ഇന്നലെ G. സുധാകരൻ പറഞ്ഞു. എവിടെ ഭരണവും സമരവും? ഇവരിന്ന് പ്രതിപക്ഷത്തല്ലേ? ഇവർ പിന്തുണയ്ക്കാത്ത ഭരണപക്ഷത്തല്ലേ? ഇവർ പിന്തുണയ്ക്കാത്ത ഗവൺമെന്റ് അല്ലേ ഡൽഹിയിലുള്ളത്? എന്തുകൊണ്ട് സമരം ചെയ്തുകൂടാ? റെയിൽ തടയില്ലല്ലോ, പ്രധാനമന്ത്രി തടയില്ലല്ലോ. പ്രധാനമന്ത്രിമാർക്കെതിരെ എന്തെല്ലാം ഗോഗോവിളികളായിരുന്നു കേരളത്തിലെ CPM പാർട്ടിയുടേത്. ഇന്ന് എന്തുകൊണ്ട് അവരത് ചെയ്യുന്നില്ല? ഇപ്പൊ ഏറ്റവും ലോക്സഭാ ഇലക്ഷൻ വന്നപ്പോ ഡൽഹിയിലേക്ക് പോകാൻ നാടകം കളിക്കാൻ വന്നാൽ അത് ഞങ്ങൾ തീരുമാനിക്കും പോണോ വേണ്ടതെന്ന്. ഇവർ ചങ്ങാത്തമാണ്. പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ പോകേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. ശരി, ഒരു ഒറ്റ വാചകത്തിൽ മറുപടി പറയോ ശ്രീ എം പ്രകാശൻ മാസ്റ്റർ? നമ്മൾ ഈ WWE ഒക്കെ കണ്ടിട്ടുണ്ട്.
അതുപോലെ ഇതൊരു ഫേക്ക് ഫൈറ്റ് ആണോ? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോവാണ് ഫെബ്രുവരി മാസം. ആ ഫെബ്രുവരി മാസം ഇത്രയും കാലം നോക്കിയിരുന്നിട്ട് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മൂട്ടിൽ പോയി ഡൽഹിയിൽ ഒരു ജന്തർ മന്തർ സമരം. ഇതിൽ ഈ ശങ്കുട്ടിദാസ് അറിയാത്തത് കൊണ്ടാണോ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനാണോ പറഞ്ഞതെന്നറിയില്ല. ചില കാര്യങ്ങളിൽ ന്യായമായ കാര്യം എന്താണെന്ന് മനസ്സിലാക്കണം. അദ്ദേഹം ഗ്രാൻഡും ഡിവിസിബിൾ പൂളിലെ ഷെയറും ഒന്നായിട്ടാണ് കണക്കാക്കുന്നത്. അത് രണ്ടും ഒന്നല്ല, അത് രണ്ടും രണ്ടാണ്. ഗ്രാൻഡിലും തരാൻ ബാക്കിയുണ്ട്, ഡിവിസിബിൾ പൂളിൽ കുറച്ചുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ പഴവളം അത് പറഞ്ഞു കേട്ടാൽ തോന്നുക ഈ GST കോമ്പൻസേഷൻ ഇനി തരേണ്ടതില്ല എന്ന് പറയുന്ന BJP ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തോട് കോൺഗ്രസിന് യോജിപ്പെടുന്നതാണ്. ഇല്ല, കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും ആവശ്യപ്പെട്ടത് ഇത് 2023 ജൂൺ മാസം നിർത്താൻ പാടില്ല. കാരണം ഈ വരുമാനം വേറെ കിട്ടുന്നില്ലല്ലോ, അത് കൊടുക്കണമെന്നാണ്. പിന്നെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ഏറെ നികുതി വരുമാന വർധനയുണ്ടായ കൊല്ലം ഈ കഴിഞ്ഞ കൊല്ലാണ് 2023-24. ഏറ്റവും വലിയ വരുമാന വർധനയാണ്. കേരളത്തിന്റെ വളർച്ചാ നിരക്ക് കേന്ദ്രത്തിന് മേലെയാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്ക്. പിന്നെ നമ്മൾ ഇതെല്ലാം തൊട്ട് മുൻ വർഷങ്ങളുമായി താരതമ്യം ചെയ്താണ് പറയുക. തൊട്ട് മുൻ വർഷങ്ങളിലെ കോവിഡ് സാഹചര്യം കൂടി നമ്മൾ പരിഗണിക്കണം. എന്തായാലും വിപുലമായ ഒരു സാമ്പത്തിക ചർച്ച പിന്നെയാകാം. വളരെ നന്ദി ശ്രീ പഴകുളം മധു, ശങ്കുട്ടിദാസ്, ശ്രീ എം പ്രകാശൻ മാസ്റ്റർ. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.